يا حبيب الله وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل قرأنا في الضحى ولسوف يؤتي فسر قلوبنا ذاك اللطاء وحاشا يا رسول الله ترضى وفينا من يعذب أو يساء يا رسول الله يا حبيب الله إنا نحبك فأحبنا يا رسول الله يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا رسول الله يا حبيب الله يا شفيع الله أنت سيد هذه الأمة نحن أمتك يا رسول الله يا رسول الله يا حبيب الله إنا نحبك يا رسول الله فأحبنا يا شفيع الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا مرادي يا مرامي يا دوائي يا ولي شيخ داود الحكيم سيدي خير الولي لا إله نادى محبك يا ولي كن حاضرا يا سيدي بدوائك الشافي الولايا سيدي خير الولي لا إله إلا الله أبطل السحر القديم والجديد يا ولي أنجدنا من شرور ساحري خير الولي لا إله إلا الله هب لنا شمعا منيرا فنرى قدامنا وخلفنا ويميننا يا غوث مع شمالنا لا إله إلا الله
ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, വിശിഷ്യ ഈ മജീസിനെ പ്രാപ്തരാക്കി വന്നരായ ഉമ്മ വാപ്പ അടക്കം നമ്മുടെ ഓരോരുത്തരുടെയും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പള്ളി പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കേരള മുസ്ലിം ജമാഅത്ത്, SYS-ഉം SSF-ഉം അനുബന്ധ സംഘടനാ സംവിധാനങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഉള്ളാൽ പ്രദേശത്ത് നടന്നു വരാറുള്ള ജലാലിയ റാത്തീബുമായി ബന്ധപ്പെട്ടുകൂടിയുള്ള ആത്മീയ സദസ്സിലാണ് നാം ഉള്ളത്. മഹാനരായ സയ്യിദ് മുഹമ്മദ് മദനിയിൽ ഉള്ളാളം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പാവനമായ പവിത്ര ധന്യമായ ഓർമ്മകൾ അലയടിക്കുന്ന വിശുദ്ധ ഭൂവികയിൽ താജുൽ ഉലമ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അൽ ബുഖാരിയുടെയും ഖുറത്തു സാദാത്ത് സയ്യിദ് ഖുറത്തങ്ങളുടെയും ഒക്കെ ഓർമ്മകളുടെ ഓരങ്ങൾ അലയടിക്കുന്ന വിശുദ്ധമായ ഈ നാട്ടിൽ പ്രവാചക പരിശ്രേഷ്ഠരുടെ പവിത്ര ധന്യമായ ഓർമ്മകളുടെ ഓരങ്ങളിലൂടെ ഒരു പുരുഷായുസ് മുഴുവൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് തിളങ്ങി വിളങ്ങി നിന്ന ആത്മീയതയുടെ വെള്ളി വെളിച്ചം വീശുന്ന ഉള്ളാളെന്ന് പറയുന്ന ഈ പ്രദേശത്ത് താമസിക്കുവാനും ഇവിടെ ജീവിക്കുവാനും ഭാഗ്യം കിട്ടിയ നിങ്ങൾ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിവരില്ല എന്ന് മറുനാട്ടിൽ നിന്ന് വന്ന ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത്. ഒരു ആത്മവിചിന്തനത്തിന് വിധേയമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രഭാഷകൻ പറഞ്ഞതുപോലെ 60 കൊല്ലത്തെ പുരുഷായുസ് മുഴുവൻ ആത്മീയതയുടെ ഉന്നതമായ മേഖലയിൽ ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ച താജുൽ ഉലമയുടെ ഉന്നതമായ ഓർമ്മകൾ അടയാളപ്പെടുത്തിയ നാടാണിത്. കരുവന്തുരുത്തിയിലുള്ള താജുൽ ഉലമയെ ഉള്ളാൾ തങ്ങൾ എന്ന പേരിലേക്ക് ആ ഉന്നതമായ പട്ടം ചാർത്തിക്കൊടുത്ത് ഇന്നും കേരളത്തിലല്ല, കേരളത്തിന് പുറത്തും എവിടെ ചെന്നാലും ഉള്ളാൾ സയ്യിദ് മുഹമ്മദ് മദനി തങ്ങളും ഉള്ളാളത്തെ സയ്യിദ് ബുഖാരി കുഞ്ഞിക്കോയ തങ്ങളും ഈ നിലയിൽ രണ്ട് പ്രസിദ്ധരായ പ്രഗത്ഭരായ സയ്യിദുമാരുടെ ആ ഉന്നതമായ പേരിനോട് ചേർത്ത് ഉള്ളാളിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ മഹാന്മാര് വെട്ടിത്തെളിയിച്ചു തന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ ആ സുന്ദരമായ ആശയ തലങ്ങളിലൂടെ കടക്കുന്നതിൽ നാം എത്രത്തോളം ബദ്ധശ്രദ്ധരാണ് എന്ന ഒരാത്മവിചിന്തനമാകട്ടെ ഇന്നത്തെ ഈ മജ്ലിസ്. എന്നോട് ഇന്നിവിടെ പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പറയണമെന്നാണ് സംഘാടകർ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവാചക പരിശ്രേഷ്ഠരെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മഹബ്ബത്തിന്റെ വരിഷ്ഠമായ ആർദ്രതമായ മൂർത്തിമൽ ഭാവം നാവിലൂടെ സ്വലാത്തിലൂടെ അങ്ങകലം മദീനയിലേക്ക് നമ്മുടെ ഖൽബുകളെ എത്താൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് കുറഞ്ഞ സമയം മദീനയിലേക്ക് നമ്മുടെ ഖൽബുകളെ ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ മദീനത്തെ പച്ച ഖുബ്ബയുടെ മുമ്പിൽ അതിന്റെ ചുവട്ടിൽ ആശിഖീങ്ങൾ ഇശ്ഖിന്റെ
തീരമണഞ്ഞ മുത്തുനബിയുടെ ആ വരിഷ്ഠമായ ഓർമ്മകളുടെ മുന്നിൽ ആ മഹബ്ബത്തിന്റെ അനുരാഗങ്ങൾ പെയ്തിറങ്ങിയപ്പോൾ ഇഷ്കിന്റെ കണ്ണുനീരുകളാൽ അവരുടെ ബാഷ്പകണങ്ങൾ കണ്ണീർ കണങ്ങളായി സജലമായി ഒഴുകിയത് മഹാനായ കുണ്ടൂരിലെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന സ്വാത്വികനായ പണ്ഡിത വരേണ്യർ ആ വിശുദ്ധമായ പച്ചക്കുബ്ബയുടെ മുമ്പിൽ നിന്ന് അനുരാഗത്തിന്റെ മാരി പെയ്തിറക്കിയത് മഹാനായ ഖാദി ഉമർ ഖാദിൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ പ്രവാചക ഇഷ്കിന്റെ തീരമണഞ്ഞ് കണ്ടവിടറിക്കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞത് താജുൽ ഉലമയും ഖുറത്തുസ് സാദാത്തും തുടങ്ങിയുള്ള മഹാരഥന്മാരായ മഹത്തുക്കൾ എന്തിനേറെ സയ്യിദ് മുഹമ്മദ് മദനിയിലുള്ള ആളമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹബ്ബത്തിന്റെ ലോകത്ത് നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ നാട്ടിൽ നിന്ന് ആ മദീനയുടെ ഓർമ്മകളെ ഒപ്പിയെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന സയ്യിദ് അവരുടെ പവിത്രധന്യമായ ആ സാരഥ്യമുള്ള ഈ നാട്ടിൽ നിന്ന് ഒരല്പസമയം മഹബ്ബത്തിന്റെ ലോകത്തേക്ക്, മഹബ്ബത്തിന്റെ ലോകത്ത് ആര് മഹബ്ബത്ത് പറയാൻ, ആ ഹബീബിനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകളുടെ ഏടുകളെ തുറന്നു വെക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ആ പ്രവാചകനെ കുറിച്ച് എഴുതിയവർ, ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞവർ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏടുകളെ തുറക്കാൻ ശ്രമിച്ചവർ ഇല്ല, കഴിയില്ല. ഞങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗം പോലും സ്പർശിക്കാൻ കഴിയില്ല. മറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കലിലൂടെ ഞങ്ങൾ എഴുതിയ കവിതയെ മഹത്വപ്പെടുത്തി എന്നതല്ലാതെ മുത്തുനബിയെ കുറിച്ച് പറയാൻ കഴിയില്ല എന്ന അശക്തത വിളിച്ചോടിയ ലോകത്ത് നിന്നാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാനാണ്? ആ ഹബീബിന്റെ മദ്ഹുകൾ എത്ര കേട്ടാൽ ആർക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും? അവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളും വിശ്വാസികളായ നമ്മളും എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അന്നബി വൗലാ ബിൽ മുഅ്മിനീൻ. വിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. പോരാ, പഴയ കാലത്തെ വാല് ഇടയ്ക്കൊക്കെ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോ കർണാടകയുടെ ചില ഭാഗങ്ങളിലും അതേപോലെ കാസർഗോഡിലെ ചില സ്ഥലങ്ങളിലും ഒക്കെ പോയപ്പോ ആ പഴയ കാലത്തെ ഓർമ്മകളിൽ നിന്ന് ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് ആ ദിക്റിന്റെ മന്ത്രോച്ചാരണം കൊണ്ട് സരസ് ധന്യമായ എത്രയോ ഓർമ്മകൾ പഴയ കാലത്ത് നമ്മുടെ പ്രപിതാക്കളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കെ പറയുക ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഔലാ ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് മിൻ അൻഫുസിഹിം, അവരുടെ സ്വത്തത്തെക്കാൾ. ഇതിനേക്കാൾ വലിയൊരു പരാമർശം ഇനി റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ പറയാനില്ല. എനിക്ക് ഏറ്റവും കടമപ്പെട്ടത് എന്റെ പിതാവ്, എന്റെ മാതാവ്. ആ മാതാവിനും പിതാവിനും എന്റെ ശരീരം പകുത്തു കൊടുക്കേണ്ടി വന്നാൽ പകുത്തു കൊടുക്കേണ്ടതില്ല. എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് എന്റെ വാപ്പയുടെയോ ഉമ്മയുടെയോ ജീവൻ രക്ഷപ്പെടുത്തണമെന്ന് ഇസ്ലാം പറയുന്നില്ല. അതേ സമയം എന്റെ ഉമ്മയെയും എന്റെ വാപ്പയെയും ഞാൻ പ്രാധാന്യത്തോടെ കാണുന്നതിനോടൊപ്പം എന്റെ സ്വന്തം ശരീരത്തിന്റെ നിലനിൽപ്പ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിൽ ആ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യം സയ്യിദുനാ മുഹമ്മദിൽ മുസ്തഫ, സയ്യിദുനാ മുഹമ്മദിൽ മുസ്തഫ. ഈ ശരീരം സമർപ്പിക്കേണ്ടി വന്നാൽ, ഈ ശരീരം ഷഹാദത്തിലേക്ക് കൂട്ടേണ്ടി വന്നാൽ, ഈ ശരീരം രക്തം സമർപ്പിക്കേണ്ടി വന്നാൽ, ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകേണ്ടി വന്നാൽ, ആ ജീവനെ സമർപ്പിച്ചുകൊണ്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടമ
കടമയും കടപ്പാടും ഒരു വിശ്വാസിയുടെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമാ സ്വാവി റഹിമഹുല്ലാഹ് അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, ഫീമാ ദഅഹും ഇലൈഹി മിൻ ഉമൂരിദ്ദീനിയ ബിദ്ദുനിയാ വൽ ആഖിറ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു വിശ്വാസിക്കുള്ള കടമ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു വിശ്വാസിയുമായുള്ള കടപ്പാട്, അല്ലാഹുവിന്റെ റസൂലിനോട് എങ്ങനെയായിരിക്കണം വിശ്വാസി പെരുമാറേണ്ടത്. മഹാനായ അല്ലാമാ ഇമാം സാവി റഹിമഹുല്ലാഹ് അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, മിൻ ഉമൂരിദ്ദീനിയ ബിദ്ദുനിയാ വൽ ആഖിറ. ദുനിയവിയായ വിഷയത്തിലാണെങ്കിലും ആഖിറത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും വൈദാ ത്വലബൻ നബിയു ശൈഅൻ മിൻ ഉമൂരിദ്ദീനിയ ബിദ്ദുനിയാ മിൻ ഉമൂരിദ്ദുനിയാ ബിദ്ദീൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അത് ദീനിയായ വിഷയമാകട്ടെ അല്ലെങ്കിൽ ദുനിയവിയായ വിഷയമാകട്ടെ, ഏത് വിഷയമാണെങ്കിലും ഇദാ ത്വലബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിക്കപ്പെട്ട ആ വിഷയത്തിൽ വതലബത്തിൻ നഫ്സു ഖിലാഫഹു, എന്റെ ശരീരം അതിന് വിപരീതമാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറയുകയാണ്, എന്റെ ജീവൻ പടയപ്പെടുത്തിയിട്ട് ആഴിയിൽ ആഴക്കടലിലേക്ക് എടുത്തു ചാടണമെന്ന് എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ എനിക്ക് ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കുടുംബമുണ്ട്, എന്റെ ഉമ്മ എന്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്, എന്റെ വാപ്പ എന്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. അല്ലാഹ് എന്റെ ഹബീബായ തങ്ങൾ കൽപ്പിച്ചു ഞാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങണമെന്ന്, അല്ലെങ്കിൽ ആഴിയില്ല ആഴക്കടലിലേക്ക് എടുത്തു ചാടണമെന്ന് എന്റെ ഹബീബ് എന്നോട് കൽപ്പിച്ചാൽ, ഞാൻ അതുവഴി മരണത്തെ പുൽകേണ്ടി വന്നാൽ എന്റെ ഭാര്യ വിധവയാകുമല്ല അല്ലാഹ്, എന്റെ മക്കൾ യതീമുകളാകുമല്ല അല്ലാഹ്, എന്റെ ഉമ്മയും വാപ്പയും അവർ ആശ്രിതനില്ലാതെ വളരെ വിഷമകരമായ ഘട്ടത്തിൽ വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലുള്ള ഉമ്മ, അവർക്ക് എല്ലാ നിലയിലുമുള്ള ആശ്രയമായ ഞാൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ അല്ലാഹ്. ഹബീബ് പറഞ്ഞതിനെതിരായി എന്റെ ശരീരം ചിന്തകളിലൂടെ കടന്നു പോകുകയാണ്. ഇല്ല, ഞാൻ മരിക്കാൻ തയ്യാറാകൂല, മരിക്കരുതെന്ന് എന്റെ ശരീരം എന്നോട് പറഞ്ഞാൽ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമാ സ്വാബി ഇമാം റഹിമഹുല്ലാഹ് പറയാണ്, وطلبت النفس خلافه فالحق في طاعة النبي صلى الله عليه وسلم. അവിടെ സ്വന്തം ശരീരത്തെ അല്ല നോക്കേണ്ടത്, അവിടെ സ്വന്തം ശരീരത്തിന്റെ താല്പര്യത്തിനപ്പുറത്തേക്ക് മുഹമ്മദിനിൽ മുസ്തഫ, മുഹമ്മദിനിൽ മുസ്തഫ, മുഹമ്മദിനിൽ മുസ്തഫ, ആ നാമം ഉറക്കെ കേൾക്കേണ്ട സദസ്സാണിത്. ഇത് മദീനയിലേക്ക് നമ്മുടെ ഖൽബുകളെ ബന്ധിപ്പിക്കേണ്ട മജ്ലിസാണിത്. മുഹമ്മദും മുഹമ്മദും മുഹമ്മദൂ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതിനെതിരായി നിൽക്കാൻ എനിക്ക് അവകാശമില്ല. കാരണം എന്തേ? എന്റെ സ്വന്തം ശരീരത്തിനപ്പുറം വളരെയധികം പ്രാധാന്യം ഞാൻ നൽകുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തങ്ങളെ എനിക്ക് തങ്ങളോടാണ് സ്നേഹമുള്ളത്. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് മഹാനരായ ഉമർ ബിൻ ഖത്താബിനോട് പറയാണ്, യാ ഉമർ, ഓ ഉമറേ, നിന്റെ വിശ്വാസം സമ്പൂർണ്ണമാകുന്നില്ല. ആ സമയത്താണ് ഉമർ ബിൻ ഖത്താബ് തിരുത്തുകയാണ്, യാ റസൂലല്ലാഹ്,
എന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞത് അൽ ആന യാ ഉമറോ, ഇപ്പോഴാണ് ഉമറേ നിന്റെ വിശ്വാസം സമ്പൂർണമായിട്ടുള്ളത്, ഇപ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസിയായത്. അവിടെയാണ് എന്റെ മുഅ്മിനീങ്ങളായ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, ആദ്യമായി എന്റെ സ്വന്തം ശരീരത്തോട് ചോദിക്കട്ടെ, രണ്ടാമതായി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ തങ്ങളോടുള്ള എന്റെ സമീപനം എങ്ങനെയാണ്? എന്റെ നാവിൽ ഹബീബുണ്ടോ? എന്റെ കണ്ണിൽ ഹബീബുണ്ടോ? എന്റെ സംസാരത്തിൽ ഹബീബുണ്ടോ? എന്റെ ജീവിതത്തിൽ ഹബീബുണ്ടോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനെ സ്നേഹിച്ച യഥാർത്ഥ ഒരു വിശ്വാസിയാണോ ഞാന് എന്നെന്റെ ജീവിതം പറയണം. പക്ഷെ അങ്ങനെ നമ്മുടെ ജീവിതം പറയുന്നുണ്ടോ? ഇല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനെ കേവലം ഒരു മഹബത്തിന്റെ ലോകത്തേക്ക് നാം അവതരിപ്പിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് ആർദ്രതമായ വരിഷ്ഠമായ മഹബത്തിന്റെ ആഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ എങ്ങനെ എന്റെ ഹബീബിനെ പ്രണയിച്ചവനാകും? ഞാൻ എങ്ങനെ എന്റെ ഹബീബിന്റെ അടിമ യഥാർത്ഥ ഉമ്മത്തികളിൽ പെടും? ഇവിടെയാണ് എന്റെ ഹബീബ് മുഹമ്മദിൽ മുസ്തഫ, മുഹമ്മദിൽ മുസ്തഫ, മുഹമ്മദിൽ മുസ്തഫ. വിശുദ്ധമായി റജബ് മാസത്തിന്റെ പവിത്രധന്യമായ ഓർമ്മകൾ കടന്നു പോകുമ്പോ അവിടെ എന്റെ ഹബീബനെ ചേർത്ത് പിടിച്ച മാസമാണ്. എന്റെ ഹബീബന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി വാദിച്ച മാസമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് അവിടുന്ന് ഏറ്റവും സന്തുഷ്ടമായ ഒരു സമയം ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ദുഃഖകയത്തിലേക്ക് മാറിയ ഒരു സന്ദർഭവും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഏറ്റവും വലിയ ദുഃഖാർത്ഥമായ ഒരു ഘട്ടം ഹബീബിന്റെ ജീവിതത്തിൽ എപ്പോഴെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് അതാ വിശുദ്ധമായ കഅബയുടെ മുമ്പിൽ പോയിട്ട് അവിടുന്ന് സുജൂദിലായി കിടക്കുകയാണ്. എന്തിനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായി കിടക്കുന്നത്? അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ സജലമായി ഒഴുകുകയാണ്. മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ സജലമായി ഒഴുകുമ്പോ ചുറ്റുഭാഗത്ത് ശത്രുക്കളിൽ നിന്ന് പരിഹസിക്കുകയാണ്. ഹബീബിന്റെ മനസ്സ് വേദനിക്കുകയാണ്. വേദനിക്കാനുള്ള കാരണം താൽക്കാലികമായി വഹി മുറിഞ്ഞുപോയ ഒരു സന്ദർഭം ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളെ കുറിച്ച് വിവിധ മുഫസ്സിറുകൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന്റെ സന്ദർഭങ്ങളും അതിന്റെ ദൈർഘ്യങ്ങളും വിവിധ മുഫസ്സിറുകൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെയാണ് കുറഞ്ഞ സമയം ഒരാത്മവിചിന്തനത്തിന് വേണ്ടി എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഖൽബിലേക്ക് ചേർത്ത് പിടിക്കുക, എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, എന്റെ നബി, നമ്മുടെ നബി, ഈ നമ്മുടേതെന്ന ആ ഖൽബിലേക്ക് ചേർത്ത് പിടിച്ച മഹബത്തിന്റെ ലോകത്ത് നിന്ന് ആ മുത്ത് നബിയിലേക്ക് ഒരു അല്പ നിമിഷം ചിന്തിക്കുക. എന്നെ ചേർത്ത് പിടിച്ച എന്റെ പൊന്നു നബിയെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന്. ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി താൽക്കാലികമായി മുറിഞ്ഞുപോയ സന്ദർഭം, ജിബ്രീൽ എന്ന മാലാഖയുടെ വരവ് നിലച്ചുപോയ ആ സന്ദർഭം ഹബീബ് തങ്ങൾ കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ സജലമായി അവിടുന്ന് ഒഴുകുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വിഷമം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വേദന അവിടുത്തെ കണ്ണീർ കണങ്ങളായി സജലമായി ഒഴുകുന്ന ആ ഘട്ടമെത്തിയപ്പോ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഓരോ വിശ്വാസിയും ഓരോ നിമിഷവും ഹബീബിനെ കുറിച്ച് ചിന്തിക്കട്ടെ.
ഈ രണ്ട് സംഭവങ്ങൾ എടുത്ത് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ എന്നെ ചേർത്ത് പിടിച്ച ഹബീബിനെ, എന്നെ സന്തോഷിപ്പിച്ച ഹബീബിനെ, ദുഃഖത്തിന്റെ ഘട്ടത്തിലും എന്നെ കൈവടിയാഞ്ഞ ഹബീബിനെ, സന്തോഷത്തിന്റെ ഘട്ടത്തിലും എന്നെ ചേർത്ത് പിടിച്ച ഹബീബിനെ എനിക്കെങ്ങനെ സ്നേഹിക്കാൻ കഴിയും? എനിക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് ഒരല്പ നിമിഷം ഈ ചരിത്രത്തിന്റെ ശകലങ്ങളിലൂടെ കടന്നു പോകാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ സുജൂദിൽ കടന്ന് വേദനിക്കുമ്പോൾ ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്ന് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. പ്രഭാതത്തെ തന്നെയാണ് സത്യം. പ്രശാന്ത സുന്ദരമായ രാത്രിയുടെ യാമങ്ങളെ സത്യം ചെയ്തുകൊണ്ട് ആ വിശുദ്ധമായ ഖുർആനിക വചനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ, തങ്ങളെ അല്ലാഹു തആല കൈവടിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ കൈവടിഞ്ഞിട്ടില്ല. തങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടുമില്ല. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ ഐഹികമായ ജീവിതത്തെക്കാൾ തങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് പാരത്രിക ലോകമാണ് എന്ന് പറഞ്ഞ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനോട് അടുത്തതായി അല്ലാഹു പറയുന്ന ഭാഗം വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. എന്താണ് ആ ഭാഗം പറയാൻ കാരണം? മനസ്സ് വേദനിച്ച് പടച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് ജിബ്രീലിന്റെ വരവ് നിലച്ചതിൽ, വഹി താൽക്കാലികമായി മുറിഞ്ഞതിൽ വൃഥാവിലായി വേദനിക്കുന്ന മുത്തുനബിയെ സമാശ്വസിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ടാകണം. ഈ സന്ദർഭത്തിൽ മാത്രമല്ല, ഹബീബിന്റെ ജീവിതത്തിലുടനീളം അവിടുത്തെ ഉമ്മത്തിന്റെ വിഷയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഘട്ടത്തിലും മുത്തുനബിയുടെ സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായപ്പോ ഹബീബിന്റെ മനസ്സ് സന്തോഷിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രസന്ന വദനത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന ആ സന്ദർഭത്തെ കുറിച്ച് ഹബീബ് പറഞ്ഞു, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കാനാണ്? എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ സന്തോഷകരമായ ആ അറിയിപ്പുമായി ജിബ്രീൽ വന്നു. ഒരു ഘട്ടം ഹബീബ് അങ്ങനെയാണ് പറഞ്ഞത്. വേറൊരു ഘട്ടം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന ആ ഘട്ടമാണ്, വഫാത്തിന്റെ സമയമാണ്. അസ്രായിൽ വന്ന് നിൽക്കുമ്പോ അയിന ജിബ്രായിൽ, എവിടെയാണ് ജിബ്രീൽ ഉള്ളത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ് ജിബ്രീലിനോട്. ഉടനെ അസ്രായിലിനോട് ഹബത ജിബ്രായിൽ വജലസ ഇൻദ റഅസിഹി, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഒന്നാം ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് ഹബീബിന്റെ തലക്ക് ഭാഗത്തിരുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്നിരുന്നിട്ട് ജിബ്രീൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ എന്നെ തിരക്കിയത്? അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ അടുക്കൽ വന്ന സമയത്ത് ഹബീബ് എന്നെ തിരക്കി എന്നറിയാൻ കഴിഞ്ഞു. എന്താണ് തങ്ങൾ തിരക്കാനുള്ള കാരണം? ആ സമയത്ത് ഹബീബ് പറഞ്ഞ വാക്ക്, സഹോദരാ ആലോചിക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ പോകുമ്പോ അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് ഹബീബ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല അസ്രായിലെ അജിത സായിറൻ മുഖാബിലാ, നീ ഒരു സന്ദർശകനായിട്ടാണോ അല്ല എന്റെ റൂഹിനെ പിടിക്കാനാണോ? ഹബീബ് തങ്ങളോട് അസ്രായിൽ പറയാണ്, നബിയേ തങ്ങൾ അനുമതി നൽകിയാൽ ഞാൻ റൂഹിനെ പിടിക്കാം, ഇല്ലെങ്കിൽ തങ്ങളെ സന്ദർശിക്കാം. അപ്പോഴാണ് ഹബീബായ തങ്ങൾ ചോദിക്കുന്നത്, എവിടെയാണ് എന്റെ ജിബ്രീൽ? ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്, റസൂലുള്ളാഹിന്റെ തലക്ക് ഭാഗത്തിരിക്കുന്നത്. അപ്പോഴാണ് ഹബീബ് തങ്ങൾ ചോദിക്കുകയാണ്, അല്ല അസ്രായീൽ, എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലോകത്തുനിന്ന് ഇവിടെ പറയാൻ പോകുമ്പോഴും എന്റെ ഉമ്മത്ത് ചിന്തിക്കണം.
അസ്രായീൽ വന്ന് നിൽക്കുമ്പോ എന്റെ ഉമ്മത്ത് ഇവിടെയാണ്. എന്റെ വാപ്പ മരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വാപ്പയുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ എന്റെ വാപ്പ എന്നെ തിരക്കിയില്ല. എന്റെ ഉമ്മയുടെ മരണഘട്ടത്തിൽ ഞാൻ എന്റെ ഉമ്മയുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഉമ്മ എന്നെ തിരക്കിയില്ല. അവിടെയാണ് അന്ത എന്റെ വാപ്പയിലില്ലാത്ത എന്റെ ഉമ്മയിലില്ലാത്ത എന്നെ ചേർത്ത് പിടിക്കൽ ഞാൻ കണ്ടത് എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിയിലാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി പറഞ്ഞ ആ സന്ദർഭം ഒരു പക്ഷേ മഹാനായ അസ്രായീൽ വന്ന് നിൽക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല ജിബ്രീലേ, എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, റസൂലേ, വേദനിക്കല്ലേ റസൂലേ, വിഷമിക്കല്ലേ റസൂലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ അറിയിപ്പുണ്ട് നബിയേ. എന്താണ് ആ അറിയിപ്പ്? അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 പരം പ്രവാചക പരിശ്രേഷ്ഠന്മാരെ അല്ലാഹു ഈ ലോകത്ത് നിയോഗിച്ചിട്ടുണ്ട്. ആ 1,24,000 പരം പ്രവാചകന്മാരിൽ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് തങ്ങളാണ്. എന്നാൽ സമുദായം എന്ന നിലയ്ക്ക് പല സമുദായവും പല പ്രവാചകന്മാരുടെ സമുദായങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ സമുദായങ്ങളിൽ 1000 കൊല്ലം ജീവിച്ച സമുദായമുണ്ട്. 500, 600, 700, 200, 300 ഒക്കെ കൊല്ലം ജീവിച്ച സമുദായമുണ്ട്. ആ കാലം അത്രയും ഇബാദത്ത് ചെയ്ത സമുദായമുണ്ട് നബിയേ. എന്നാൽ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന സമുദായം തങ്ങളുടെ സമുദായമാണ് നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാണ് എന്റെ ഹബീബ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കൽബിലേക്ക് ചേർത്ത് പറ, എന്റെ ഹബീബ്. സമാധാനത്തോടെ സന്തോഷത്തോടെ അസ്രായീലിനെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കുണ്ട്, അസ്രായീലേ, അടുത്ത് വാ അസ്രായീലേ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്ക് റഫീഖൽ അഅല, റഫീഖൽ അഅല. ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ മുഹമ്മദിൻ മുസ്തഫ. ഞാൻ പറഞ്ഞു വന്നത്, ആ വഫാത്തിന്റെ വേളയിൽ പോലും എന്നെ ചേർത്ത് പിടിക്കാൻ എന്റെ ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ കഴിയാത്തിടത്ത് എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുത്തെ വേർപാടിന്റെ നിമിഷത്തിലും എന്നെ ചേർത്ത് പിടിച്ചു. ഇവിടെയാണ് വല്ലുഹാ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. വഹി താൽക്കാലികമായി മുറിഞ്ഞപ്പോൾ ഹബീബിന്റെ മനസ്സിന് വേദനയുണ്ടായിട്ടുണ്ട്, അവിടുന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട്. ആ സങ്കടം മാറണോ? ഉമ്മത്തിന്റെ വിഷയത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത ഉണ്ടാകണം. അത് അല്ലാഹുവിന് അറിയാമല്ലോ. അതുകൊണ്ട് അല്ല പറയാണ്, വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്. നബിയേ, വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്. നബിയെ, ശേഷം അല്ലാഹു തങ്ങൾക്ക് നൽകുന്നതാണ്. ഏതുവരെ തങ്ങൾക്ക് അല്ല നൽകുമെന്നോ തങ്ങളങ്ങ് തൃപ്തിപ്പെടും നബിയെ. തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ അല്ലാഹു തങ്ങൾക്ക് നൽകുന്നതാണ് നബിയെ. നബിയെ വിഷമിക്കണ്ട കേട്ടാ, നാളെ മുതൽ ജിബ്രീൽ വരും എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സങ്കടത്തിന് ഒരു പക്ഷേ ഇത്രയും ദിവസം ആ വഹി മുറിഞ്ഞു പോയ ആ സങ്കടം മാറിക്കൊള്ളണമെന്നില്ല. പോട്ട് നബിയെ, ഇനി മുതൽ തുടർന്നങ്ങ് വന്നോളും എന്ന് പറഞ്ഞാലും അതിനൊരു പരിഹാരമാവൂല. ഇവിടെയാണ് എന്റെ ഹബീബിനെ, മുത്തുനബിയെ അല്ലാഹു തആല ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത് ഉമ്മത്തിന്റെ വിഷയത്തെ കുറിച്ച്. വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്. നബിയെ, ശേഷം അല്ലാഹു തങ്ങൾക്ക് നൽകും.
ആ നൽകുന്നത് കണ്ട് തങ്ങളങ്ങ് തൃപ്തിപ്പെടും. അതുവരെ തങ്ങൾക്ക് തരും. ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഘട്ടത്തിൽ മുത്തുനബി സുജൂദിൽ കിടക്കുമ്പോഴാണ് തങ്ങൾ തൃപ്തിപ്പെടുന്നവരെ അല്ലാഹു തരും. തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടായിരുന്നു? മക്കളെ കാര്യം പറയാമായിരുന്നു, കുടുംബത്തിന്റെ കാര്യം പറയാമായിരുന്നു, സ്ഥാനലബ്ധിയെ കുറിച്ച് പറയാമായിരുന്നു. പക്ഷേ എന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞ വാക്ക് വല്ലാഹി ലാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. ഓരോരുത്തർ എഴുതി വെച്ചോളി. ഓരോരുത്തരും അവരുടെ സ്വന്തം മനസ്സാക്ഷിയിൽ എന്നും ഓർമ്മക്കുന്ന ഒരു ഭാഗമായിട്ട് കുറിച്ചിട്ടോളി. ഹബീബ് പറയാണ് വല്ലാഹി ലാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ ഹബീബിന്റെ അനുയായിയാണ് എന്ന അഭിമാനത്തോടെ പറയുന്നതിനോടൊപ്പം അനുയായിയാകാൻ നമുക്ക് കഴിഞ്ഞാൽ, ഹബീബിനെ ഒരു തരിയെങ്കിലും സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മുടെ ഖൽബിൽ ഈമാനിന്റെ ചെറിയ ഒരു കണിക നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഖൽബിലും ഉണ്ടെങ്കിൽ, ഹബീബ് പറയാൻ വല്ലാഹി ലാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. അല്ലാഹുവേ എന്റെ ഉമ്മത്തിൽ ഒരാളും നരകത്തിൽ കടക്കുന്നത് എനിക്ക് തൃപ്തിപ്പെടാൻ കഴിയില്ല. അല്ലാഹ് തങ്ങളോട് കൊടുത്ത വാക്ക്, തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ അല്ലാഹു തങ്ങൾക്ക് നൽകുമെന്ന്. ഹബീബ് അവിടുന്ന് പറഞ്ഞ വാക്ക് ഞാൻ തൃപ്തിപ്പെടണം എങ്കിൽ ഏതുവരെ? എന്റെ ഉമ്മത്തിൽ ഒരാളും നരകത്തിൽ ഉണ്ടാകാതിരിക്കുന്നത് വരെ. ഇതിനേക്കാൾ വലിയൊരു വാക്കുണ്ടോ? ഇനി എന്തിനെന്റെ ഹബീബിനെ സ്നേഹിക്കാതിരിക്കാൻ ഞാൻ വൈമനസ്യം കാണിക്കണം? എന്റെ ഹബീബിന്റെ തിരുസുന്നത്തുകളെ എങ്ങനെ എനിക്ക് വിസ്മരിക്കാൻ കഴിയും? എന്റെ ഹബീബിന്റെ ഓർമ്മകളെ എന്റെ ഖൽബിൽ നിന്ന് എങ്ങനെ പറിച്ചു നടാൻ കഴിയും? എന്റെ ഹബീബിനെ എന്റെ ഉമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ സ്ഥാനം കൊടുക്കണ്ടേ? എന്റെ വാപ്പയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ സ്ഥാനം കൊടുക്കണ്ടേ? എന്തിനേറെ എന്റെ സ്വന്തം ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തിനപ്പുറം എന്റെ ഹബീബിന് ഞാൻ സ്ഥാനം കൊടുക്കാനുള്ള കാരണം, എന്റെ ഈ ശരീരത്തെ രക്ഷപ്പെടുത്താൻ എന്റെ ഉമ്മയ്ക്ക് കഴിയില്ല, എന്റെ വാപ്പയ്ക്ക് കഴിയില്ല, എന്റെ ഉടപ്പറപ്പുകൾക്ക് കഴിയില്ല, എനിക്ക് തന്നെയും കഴിയില്ല. എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് എന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് ഞാൻ എന്തിനെന്റെ ഹബീബിനെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് എന്നെ ചേർത്ത് പിടിച്ചവരാണ് മുഹമ്മദ് എന്നതാണ് അതിന്റെ മറുപടി. അവിടെയാണ് എന്റെ ഹബീബിനെ വിലയിരുത്തേണ്ടത്. ഇതുപോലത്തെ ഒരു നേതാവിനെ ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര നേതാക്കൾ കടന്നുപോയ ലോകത്ത്, എത്രയോ നേതാക്കളിലൂടെ കടന്നുപോയ ലോകത്ത് ഇതുപോലത്തെ അനുയായികളെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് ലോക ചരിത്രത്തിൽ ഇല്ലെങ്കിൽ ആ നേതാവിന്റെ പേരാണ് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇമാം ഖാദി അയ്യാദ് റഹിമഹുല്ലാഹ് അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നത് കാണാം. ഞങ്ങൾ അഹ്ലു ബൈത്തിന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിനം, നിങ്ങളൊക്കെ അഭിമാനത്തോടെ പറഞ്ഞോളി, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിനം. നിങ്ങളും പറയണം, ഞാനും പറയാണ്, ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിനം വല്ലുഹ ഇറങ്ങിയ ദിവസമാണ്. എന്തുകൊണ്ട്? ഹബീബ് തങ്ങളോട് പറയാണ് വലൗ സൗഫ യുഅതീക റബ്ബുക ഫതർല, തങ്ങൾക്ക് അല്ലാഹു തആല തൃപ്തിപ്പെടുന്നത് വരെ തരും. തങ്ങളെ തൃപ്തി ഞാനും നിങ്ങളും നരകത്തിൽ ഉണ്ടാകാതിരിക്കുക എന്നതാണ്. ഞാനും നിങ്ങളും നരകത്തിൽ കിടക്കുന്നത് ഹബീബിന് തൃപ്തിയില്ല, ഹബീബിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഹബീബിന്റെ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, കുന്തും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഫത്തബിഊനി, അവർ എനിക്ക് വഴിപ്പെടാൻ പറ, റസൂലുള്ളാഹിക്ക് വഴിപ്പെടാൻ പറ. അല്ലാഹ് ഇല്ലാതെ റസൂലില്ല, റസൂലുള്ളാഹി ഇല്ലാതെ അല്ലാഹ് ഇല്ല. വല്ലമ്മൽ ഇലാഹു ഇസ്മൻ നബി ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീൻ അഷ്ഹദു. അല്ലാഹുവിനെ ഇവിടെ ഒക്കെ പറയുന്നു, അവിടെ ഈ മുഹമ്മദിനെ പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമക്ക് അല്ല പോരെ എന്ന വാദം വിദണ്ഡ വാദമാണ് എന്ന്
അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ എന്താണ്? അത്തിഉല്ലാഹ്, അള്ളാഹിനെ വഴിപ്പെടണം. അത്തിഉർ റസൂൽ, അല്ലാഹ് മാത്രം പോരാ, റസൂലും വേണം. അള്ളാഹുവിനെ ഇഷ്ടം വെക്കാൻ ഉദ്ദേശിക്കുന്നവർ മുത്തുനബിയെ ഇത്തിബാ ചെയ്യ്. അല്ലാഹ് ഇല്ലാതെ റസൂലില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നിർത്തരുത്, വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ചേർത്ത് പിടിക്കണം. അല്ലാഹ് മാത്രം പോരാ, അടിമയ്ക്ക് മുഹമ്മദുർ റസൂൽ കൂടിയേ ചേരുള്ളൂ എന്ന് ഷഹാദത്ത് നമ്മെ ഉറപ്പിച്ച് തറപ്പിച്ച് നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഷഹാദത്ത് കഴിഞ്ഞാലുള്ള 5 വക്ത് നിസ്കാരത്തിൽ ഖൽബിൽ തട്ടി മഹബ്ബത്തിന്റെ ലോകത്ത് നിന്ന് 4500 കിലോമീറ്റർ ദൈർഘ്യമുള്ള മദീനയിൽ മുത്തുനബി ശാരീരികമായി ഉൾക്കൊള്ളുമ്പോ ആത്മാവുമായി ഏകദേശം 1400 കൊല്ലത്തെ ആ ഒരു ദൈർഘ്യത്തിലും ഇന്നിന്റെ ഇശായിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി അഹ്ലർ ഫീ ഖൽബിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം സലാം പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ്. നബിയെ, തങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നാണ്. അതുകൊണ്ടാണ് വഅലമു, നിങ്ങൾ ഉറപ്പിക്കണം, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അതുകൊണ്ട് ആ ഖൽബിൽ തട്ടി സലാം പറയാൻ 5 വക്ത് നിസ്കാരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധപൂർവമായിട്ട് നമ്മളോട് കൽപ്പിച്ചത് അല്ലാഹ് മാത്രം പോരാടിമയ്ക്ക് മുഹമ്മദും കൂടിയേ ചേരുള്ളൂ. അത് നിസ്കാരത്തിലും തദൈവ, ഷഹാദത്തിലും അങ്ങനെയാണ്, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ആ ഘട്ടത്തിൽ, ദുഃഖത്തിന്റെ ഏറ്റവും വലിയ ഘട്ടത്തിൽ മുഹമ്മദുർ റസൂൽ പറഞ്ഞത് വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന് പറഞ്ഞപ്പോൾ വല്ലാഹി ലാ അർലാ വാഹിദു മിൻ ഉമ്മത്തി ഫിന്നാർ. അപ്പോഴേക്ക് എന്റെ ഹബീബിന് സന്തോഷമായി. ഇവിടെയാണ് എന്റെ മുത്തുനബിയെ ഞാൻ പഠിക്കേണ്ടത്. ഇനി ഹബീബിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം നിറഞ്ഞ ദിനം എപ്പോഴാണത്? ഒരുപാട് പരീക്ഷണങ്ങളുടെ തീഷ്ണമായ ഭൂമികയിലൂടെ കടന്നുപോയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ഒരു പരീക്ഷണം നമ്മളിലൂടെ കടന്നു പോകുമ്പോഴേക്ക് അല്ലാഹ് എന്നെ എന്തേ ഇങ്ങനെ ചെയ്തു എന്ന് അല്പ ഈമാൻ കൊണ്ട് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളെ, ഒരു രോഗം വരുമ്പോഴേക്ക്, ബിസിനസ്സിൽ ഒരു നഷ്ടം വരുമ്പോഴേക്ക്, കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴേക്ക്, പ്രാരാബ്ധങ്ങൾ ഏറി വരുമ്പോഴേക്ക് അല്ലാഹ് നീ എന്നോട് ഇങ്ങനെ കാണിച്ചോ എന്ന് ചോദിക്കുന്നവർ ഓർക്കണം, പരീക്ഷണങ്ങളുടെ തീഷ്ണമായ ഭൂവികയിലൂടെയാണ് എന്റെ മുത്തുനബി കടന്നു പോയിട്ടുള്ളത്. അവിടത്തേക്ക് അല്ലാഹു നൽകിയ 3 നന്മക്കളും അവിടുത്തെ ജീവിതത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം എന്ന കുട്ടിയുടെ ആ വേർപാട് മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിമിന്റെ ദുഃഖത്തിൽ ഹബീബായ തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട മകൾ സൈനബാനെ ശത്രുക്കൾ ഒട്ടകക്കട്ടിൽ നിന്ന് തള്ളിയിട്ടിട്ടുണ്ട്. ഗർഭിണിയായ ആ സൈനബ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന രംഗം ഹബീബിനെ കാണേണ്ടി വന്നിട്ടുണ്ട്. 3 കൊല്ലത്തോളം പച്ചിലകൾ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണമാക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ക്ഷുത്തടക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ കാട്ടുകനികളും പച്ച ഇലകളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണമാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നത്തെ ഒരു ദിവസം 3-ൽ കുറയാത്ത ഭക്ഷണം, 3 നേരത്തിൽ കുറയാത്ത ഭക്ഷണം കഴിച്ചവരാരാണ് ഈ സദസ്സിലുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ പറയും ഇന്നത്തെ ദിവസം എനിക്ക് നോമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ റജബ് മാസത്തിൽ മൊത്തത്തിൽ നോമ്പ് നോക്കുന്നവരുണ്ട്. എന്നാലും മഗ്രിബിന് ശേഷം, അത് കഴിഞ്ഞ് ഇശാക്ക് ശേഷം, ഇനി അടുത്തത് സുബഹിക്ക് തൊട്ട് മുമ്പ്, അപ്പോഴും നമ്മൾ ആ 3 വീണ്ടെടുക്കുകയാണ്. ഇവിടെയാണ് എന്റെ മുത്തുനബി ശുഅബ് അബീ ത്വാലിബിൽ പട്ടിണി കിടന്നത്. അവിടുത്തെ പുന്നാര മകൾ സൈനബ ഒട്ടകക്കട്ടിൽ നിന്ന് വീണ് കിടക്കുമ്പോൾ ഈ ഹബീബിന്റെ മനസ്സ് കരഞ്ഞിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയാണ്. അമ്മാമന്മാരുടെ നാട്ടിലേക്ക് പോയി ഇസ്ലാമിക പ്രബോധന രംഗവുമായി പോകുമ്പോൾ അവർ സ്വീകരിച്ചത് പൂച്ചെണ്ടുകളെ കൊണ്ടായിരുന്നില്ല, പൂമാലകളെ കൊണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ തെരുവ് കുട്ടികളെ കൊണ്ട് ക്രൂരമായി തല്ലിച്ചരച്ചവർ, ഹബീബിന്റെ മടമ്പ് കാലിൽ നിന്ന് രക്തത്തിന്റെ കണങ്ങൾ
അവിടുത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ കല്ലേറിയേറ്റിട്ട് ആ രക്തത്തിന്റെ കണങ്ങൾ സജലമായി ഒഴുകുമ്പോ അവിടുത്തെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ആയിഷത്ത് സിദ്ദീഖ പറഞ്ഞു പോയത് ഓർക്കുകയാണ്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. മദീനത്ത് പോകുമ്പോൾ ഓർക്കണേ എന്റെ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ആ വിഷമവെട്ടങ്ങളെ ഓർക്കാൻ നമുക്ക് നല്ലതാണ്. ആ മദീനയുടെ ഓരോ ഭാഗങ്ങളും ഈ ഹബീബിന്റെ ത്യാഗം അടയാളപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഈ റസൂലാണ് ഒരു രാത്രിയിൽ അതാ വന്നു നിൽക്കുന്നത്. തൊട്ടുടനെ കാണുന്നു ആരെയാണ്? അബൂബക്കർ സിദ്ദീഖിനെയാണ്. തൊട്ടിപ്പുറത്ത് ഉമർ ബിൻ ഖത്താബിനെയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തേ നബിയെ ഈ രാത്രിയിൽ തങ്ങളെ ഇവിടെ കണ്ടത്? എന്തുകൊണ്ടാണ് തങ്ങൾ ഈ രാത്രി ഇവിടെ വന്നത്? ആ മദീനയിൽ പോകുമ്പോൾ ഓർക്കാൻ നല്ലതാണ്. മദീന ഓർമ്മകളിലൂടെ കടന്നു പോകണം, ഇഷ്കിന്റെ കണ്ണുനീരിറ്റണം. ഇന്ന് നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നതല്ല? ഇന്ന് നേരെ മദീനത്ത് പോകുമ്പോ ഏറ്റവും വലിയ സങ്കടം ഞാൻ പറയട്ടെ, ഈ സരസിലുള്ള എല്ലാവരോടും ഞാൻ പറയട്ടെ, എനിക്ക് പറയാൻ അർഹതയുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന് വരെ ഞാൻ മദീനത്ത് പോയിട്ട് എന്റെ മൊബൈൽ ചലിച്ചിട്ടില്ല. മൊബൈലിലെ ക്യാമറ എടുക്കാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല. ആ മദീനയുടെ മണപ്പരപ്പിൽ നിൽക്കുമ്പോ ആശിഖുർ റസൂലായ കുണ്ടൂരിൽ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വഹല്ലിൽ ഖുബ്ബത്തുൽ ഖൽറാ എന്ന് പറഞ്ഞു വർണ്ണിക്കുമ്പോ അവിടുത്തെ കണ്ഠമിടറിയത്, കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ സജലമായി ഒഴുകിയത്, അവസാനം വേർപാടിന് തൊട്ട് മുമ്പുള്ള ഹജ്ജ് വേളയിൽ ആ മദീന പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് ആത്മഗതം ചെയ്ത് എന്നെയും എന്റെ ഉടപ്പറപ്പുകളെയും ബിദ്അത്ത് തൊട്ട് അങ്ങ് കാത്തുകൊള്ളണമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ലാസ്റ്റ് മെസ്സേജ് അവിടുന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളോട് തന്റെ ലാസ്റ്റ് അഭ്യർത്ഥനയായിട്ട് പറഞ്ഞത്, എന്നെയും എന്റെ ഉടപ്പറപ്പുകളെയും ബിദ്അത്തിൽ നിന്ന് അങ്ങ് കാത്തുകൊള്ളണമെന്ന് പറഞ്ഞിട്ടാണ് കുണ്ടൂരിലെ ആശിഖുർ റസൂൽ അവിടുന്ന് വിശുദ്ധ മദീനയോട് വിടവാങ്ങിയത്. തിരിച്ചു വരുന്ന വഴിയിൽ അവിടുത്തെ നാട്ടിലെത്തിയപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അത്രത്തോളം ഇഷ്ഖിന്റെ തീരമണഞ്ഞ ആശിഖീങ്ങൾ പോയി കരഞ്ഞപ്പോ നമ്മൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ടാണ് സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് മദീനത്തുണ്ടായിരുന്നപ്പോ നമ്മുടെ മലയാളികളടക്കം നമ്മുടെ കർണാടക പ്രദേശത്തുനിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും മറ്റ് അതർ കൺട്രീസിൽ നിന്നൊക്കെ വന്ന ആളുകൾ പലരും കണ്ട കാഴ്ച സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. എന്തിനേറെ രാത്രി 1.5 മണിക്ക് റൗളത്തും മിൻ റിയാലിൽ ജന്ന എന്ന പവിത്ര ധന്യമായ ആ ഒരു സ്വർഗീയ ഉദ്യാനം ആ നുസ്ഖിൽ അന്ന് അവസരം കിട്ടി 1.5 മണിക്ക് വെള്ളിയാഴ്ച രാവും. അപ്പോഴ് കിട്ടുന്നത് 10 മിനിറ്റ് ആയിരിക്കും രാത്രി. ആ 1.5 മണിക്ക് കിട്ടിയ അവസരം പോലും 2 റക്അത്ത് നിസ്കരിച്ച് സങ്കടം പറയാൻ, ഹബീബിനെ ഓർത്തെടുക്കാൻ, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ കഴിയാതെ പല ചെറുപ്പക്കാരും അകത്ത് കടന്നിട്ട് അകത്തളങ്ങൾ തന്റെ മൊബൈലിൽ പകർത്തുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ കഷ്ടം, നഷ്ടം അവർക്കെല്ലാം പോയി എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെയാണ് എന്റെ മുഹമ്മദ്, മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ വന്ന് നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയാണ്, റസൂലേ, എന്തേ തങ്ങളെ ഈ രാത്രി എത്തിച്ചത്? ഹബീബ് പറയാൻ, നിങ്ങൾ രണ്ടുപേരെയും എത്തിച്ചതെന്താ? അബൂബക്കർ പറഞ്ഞു, റസൂലേ, ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയമാണ്, പട്ടിണിയാണ് റസൂലേ, എനിക്കുറങ്ങാൻ കഴിയാതെ വളരെ വിഷമത്തോടെ ഞാൻ വന്നപ്പോൾ ഉമറും ഇവിടെ ഉണ്ട് റസൂലേ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഹബീബേ, ഞങ്ങൾ ചോദിക്കട്ടെ, എന്താണ് ഈ രാത്രി തങ്ങളെ ഇവിടെ എത്തിച്ചത്? സാധാരണ തങ്ങളെ ഇവിടെ കാണാറില്ലല്ലോ. ഹബീബ് പറഞ്ഞ വാക്ക്, അബൂബക്കർ, ഉമർ, നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ എത്തിച്ചത് എന്താണോ അത് പട്ടിണിയാണെങ്കിൽ അതാണ് എന്നെയും എത്തിച്ചത്. എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ എനിക്ക് കഴിയാതെ ഞാൻ ഇവിടെ വന്നതാണ് അബൂബക്കർ. ആയിഷത്തു സിദ്ദീഖ പറഞ്ഞു, എന്റെ വീട്ടിൽ തുടർച്ചയായി അടുപ്പ് കത്തിയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല.
തുടർച്ചയായി അടുപ്പ് കത്തിച്ച ദിവസമുണ്ടായിട്ടില്ല. പറയുന്നത് ആയിഷത്തു സിദ്ദീഖയാണ്. ദാരിദ്ര്യത്തിന്റെ കൊടുക്കീഴിലൂടെ ഈ മുഹമ്മദ് റസൂൽ കടന്നു പോയപ്പോഴും ഒരുപാട് വിഷമങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ കടന്നുപോയി. ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പട്ടിണി കിടന്ന റസൂൽ, സ്വന്തം മക്കൾ വഫാത്താകുന്നത് കാണേണ്ടി വന്ന റസൂൽ, യുദ്ധത്തിന്റെ പോർമുഖത്ത് നിൽക്കുമ്പോൾ അറിയോ റസൂലേ തങ്ങളുടെ മകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന ആ ദുഃഖ വാർത്ത കേൾക്കേണ്ടി വന്ന റസൂൽ, എല്ലാ നിലയിലും വിഷമിച്ച ഹബീബ്, വലങ്കയ്യായ ഖദീജ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഏറ്റവും വലിയ സംരക്ഷകനായി കൂടെ നിന്ന് വിശ്വാസി ആയിരുന്നിട്ട് വിശ്വാസി അല്ലാഞ്ഞിട്ട് കൂടി ഹബീബിന് എല്ലാ സപ്പോർട്ടും നൽകിയ അബൂ താലിബിന്റെ വേർപാട്, ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കുകയാണ്, ആദരിക്കുകയാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷം ഞാൻ നേരത്തെ പറഞ്ഞു. താൽക്കാലികമായി വഹി മുറിഞ്ഞപ്പോ ഈ ഹബീബായ തങ്ങൾ ദുഃഖിക്കേണ്ടി വന്ന ഒരു സന്ദർഭമുണ്ട്. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ. ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം എന്റെ ഹബീബിനെ അള്ളാഹു ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ആദരിക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. പരിശുദ്ധമായ ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിനെ ആനയിച്ച ആ വിശുദ്ധമായ ഇസ്രാഇന്റെ അവിടുന്ന് ഏഴാം ആകാശവും കടന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ തന്നെ പറഞ്ഞ ഇമാം അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റഅയ്തു റബ്ബി അസ്സ വജല്ല, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടു എന്ന് പറഞ്ഞ പവിത്ര ധന്യമായ മിഅ്റാജിന്റെ രാത്രി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത മേഖല. ജിബ്രീൽ എന്ന ഗൈഡ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ. ഹബീബേ, അടുത്ത സ്റ്റെപ്പ് എനിക്ക് കടക്കാൻ പാടില്ലാത്ത ഘട്ടമാണ്, അതുകൊണ്ട് അങ്ങ് പേടിക്കാതെ കടക്കണേ നബിയേ എന്ന് പറഞ്ഞ് ജിബ്രീൽ എന്ന മാലാക മുഹമ്മദും മുഹമ്മദും മുഹമ്മദോ റസൂലുള്ളാഹ് തങ്ങളെ അങ്ങ് ആനയിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷമാ. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചു, നടന്നില്ല. 1,24,000 പരം പ്രവാചകന്മാർ അവർ ആഗ്രഹിച്ചു, നടന്നില്ല. ഇവിടെയാണ് എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ സവിധത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷം. എല്ലാ ദുഃഖങ്ങളും മറന്നു പോകുന്ന നിമിഷം. ഒരുപാട് പരീക്ഷണങ്ങൾ എല്ലാം അതിജീവിച്ച ഈ മുത്തുനബിയെ അല്ലാഹു തന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്നു. ഹബീബിനെ കാണാനുള്ള അവസരം നൽകി. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു സമ്മാനിക്കുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ഹബീബായ തങ്ങളോട് അല്ലാഹു പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയായിട്ടുള്ളവരെ
അല്ലാഹുവിന്റെ സലാം തങ്ങൾക്കുണ്ടാകട്ടെ. ആ സന്തോഷത്തിന്റെ ഘട്ടത്തിൽ എന്റെ ഹബീബിന് റബ്ബ് സലാം പറഞ്ഞപ്പോ സഹോദരാ, വാട്സപ്പിലൂടെ അരുതായ്മകളുടെ പിന്നാലെ പോകുകയാണോ? രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് അല്ലാഹു തആല നിഷേധിച്ചത് കാണാൻ രാത്രി ഉപയോഗപ്പെടുത്തുകയാണോ? അരുതാത്തത് ചെയ്യുകയാണോ? നിസ്കരിക്കാതെ സുബഹി ഖലാക്കിയിട്ട് കിടന്നുറങ്ങുകയാണോ? എത്ര കഷ്ടപ്പാടുകളാണ് ഈ ഹബീബ് സഹിച്ചത്, എത്ര വേദനകളാണ് സഹിച്ചത്, എത്ര വിഷമങ്ങളാണ് ഹബീബ് സഹിച്ചത്. ഇനി എന്റെ ഹബീബിനെ നിങ്ങൾക്കറിയണോ? അവിടത്തെ റൂഹങ്ങ് പിടിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് എന്റെ ഹബീബ് വേദനയിലാണ്. ഇന്നലിൽ മൗത്ത് ലസകറാത്ത്. അടുത്തിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് ഹബീബ് തങ്ങൾ വെള്ളമെടുത്ത്, തോൽപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് അവിടത്തെ മുഖത്തേക്ക് തടവുകയാണ്. എന്നിട്ട് ഹബീബ് പറഞ്ഞ വാക്ക് ഇന്നലിൽ മൗത്ത് ലസകറാത്ത്, മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്ന് പറയുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷത്തു സിദ്ദീഖ അവിടത്തെ തലയിൽ കൈവച്ചിട്ട് യാ റസൂലല്ലാഹ്, ഇതെന്തൊരു വേദനയാണല്ലോ നബിയേ, പറപ്പ് നല്ല ചൂടിലാണല്ലോ നബിയേ. അപ്പോഴെന്റെ ഹബീബ് പറഞ്ഞ വാക്ക് ആയിഷ, ഞാൻ പറയാം ആയിഷ, എന്റെ വേദനേ എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് ചോദിക്കുകയാണ്, അല്ല അസ്രായീലേ, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് അസ്രായീലേ? ആ റൂഹിനെ പിടിക്കുന്ന സമയത്ത്, അവിടുത്തെ വേദനയിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. ഈ മുഹമ്മദ് സകറാത്ത് എളുപ്പമാക്കണേ എന്ന് പറയുന്ന ഘട്ടത്തിലും എന്റെ ഹബീബ് ചോദിച്ചു, അസ്രായീലേ, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പോഴും അസ്രായീൽ പറഞ്ഞ വാക്ക്, നബിയേ, ഇത്രത്തോളം ലോലമായിട്ട് ഒരാളുടെ ആത്മാവിനെയും ഞാൻ പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോ എന്റെ ഹബീബ് വേദനിച്ചോ. അപ്പോഴാണ് ജിബ്രീൽ വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, വിഷമിക്കല്ലേ നബിയേ, അങ്ങയുടെ ഉമ്മത്ത് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ സുഹൃതം ചെയ്തവരാണോ, ഹറാമിൽ നിന്ന് വിട്ടു നിന്നവരാണോ, ഹക്കടപാടുകൾ പാലിച്ച് ജീവിതം നയിച്ചവരാണോ, 5 വക്ത് നിസ്കരിച്ചവരാണോ, നോമ്പനുഷ്ഠിച്ചവരാണോ, സകാത്ത് കൊടുത്തവരാണോ, സുഹൃതം ചെയ്തവരാണോ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സംതൃപ്തി നിറഞ്ഞ ആത്മാവ്, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയ, സ്വർഗീയ ആരാമങ്ങളുടെ സൗന്ദര്യ ആ ലാവണ്യത്തിൽ ആസ്വദിച്ചുകൊണ്ട് ആ സ്വർഗീയ പട്ടുടയാടുകളും സ്വർഗീയാനുഭൂതികളും അവരുടെ മുമ്പിൽ അതാ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ സന്തോഷത്തിൽ വേദന മറപ്പിക്കുന്ന അവസ്ഥയിൽ അവരെ മരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴാ എന്റെ ഹബീബിന് സമാധാനമായത്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് അതാ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോഴും എന്നെ ചോദിച്ചു, മുഹമ്മദ്, തീർന്നില്ല, എന്റെ ഹബീബിനെ ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം. വഫി ആഖിരി കലാമിഹി
ഹറക ശഫതൈനി മറതൈൻ. ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് പറയുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അവസാനമായി അവിടുത്തെ പൊൻവിതർമ്മ ചെഞ്ചുണ്ട് ചെറുതായി ചലിക്കുന്നത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അവിടുന്ന് പറയാണ്, ഞാൻ എന്റെ കർണപുറത്തെ മുത്തുനബിയിലേക്ക് ചേർത്ത് പിടിച്ചപ്പോ ഞാൻ എന്റെ ഹബീബിനെ കേട്ടോ ബിഖൗലിൻ ഖിഫാ, നേരത്തെ സ്വരത്തിൽ ഹബീബായ തങ്ങളെ കേട്ടോ. എന്താ കേട്ടത്? നിസ്കാരമില്ലാത്ത ആളുകൾ ചിന്തിച്ചോ, ഹബീബായ തങ്ങളെ മറന്നുകളയുന്ന സഹോദരാ ഓർത്തുവോ? ഹബീബ് അവസാന ഘട്ടത്തിലെ പൊൻവിതർമ്മ ചെഞ്ചുണ്ടിന്റെ ചെറുതായ ലാസ്റ്റ് മൂമെന്റിലെ ആ ചലനം ഹബീബ് പറഞ്ഞത്, യാ റബ്ബ് യാ ഉമ്മത്തി, അല്ലാഹു എന്റെ സമുദായം എന്നാണ്. തീർന്നില്ല, എന്റെ ഹബീബ് ഈ ലോകത്ത് തിങ്കളാഴ്ച അവിടുന്ന് വഫാത്തായി. ആ വഫാത്തായ ദിവസം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് വഫാത്തായതിനു ശേഷം അവിടുത്തെ വിശുദ്ധമായ ഖബറിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ ശരീരം ഇറക്കി വെച്ചത് എപ്പോഴാണ്? ബുധനാഴ്ച രാത്രിയാണ്. ആ ബുധനാഴ്ച രാത്രി എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ പവിത്രധന്യമായ ആ ഖബർ ശരീഫിലേക്ക് അവിടുത്തെ വിശുദ്ധമായ ശരീരം ഇറക്കി വെക്കുമ്പോൾ ഇമാം അബ്ദുൽ ഹഖ് ദഹ്ലവി ദലായിലുൻ നുബുവയിൽ വളരെ വ്യക്തമായി സംഭവം കൊണ്ടുവന്നത് കാണാം. ഹബീബായ തങ്ങളുടെ വിശുദ്ധമായ റൗളയിലേക്ക് ആ ബുധനാഴ്ച രാത്രി പരിശുദ്ധമായ ശരീരം ഇറക്കി വെക്കുമ്പോ അവിടെ അതാ മുഹമ്മദുർ റസൂലുള്ളാഹിനെ ലാസ്റ്റ് ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖബർ ശരീഫിലേക്ക് ഇറങ്ങുകയാണ്. ലാസ്റ്റ് മൂട് പലക വെച്ച് ആ ഖബർ അടക്കുന്നതിന് മുമ്പായി ഹബീബായ തങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് അവിടുന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ ആ മുഖത്തുനിന്ന് ആ തുണി മാറ്റുമ്പോ അബ്ദുൽ ഹഖ് ദഹ്ലവി പറയുകയാണ്, ഹറക ശഫതൈൻ, എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ ചെഞ്ചുണ്ടുകൾ ചലിക്കുകയാ. വഫാത്തായ നബിയുടെ ആ പവിത്രതമന്യമായ ചെഞ്ചുണ്ടുകൾ ചലിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പകച്ചു പോവുകയാണ്. ഹബീബ് വഫാത്തായില്ലയോ? അവിടുത്തെ ചുണ്ടുകളാണല്ലോ റബ്ബേ ചലിക്കുന്നത്. എന്തോ ഹബീബ് പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ അത് പറയാനായിരിക്കും. ഒന്നുകിൽ ഇസ്ലാമിക ഖിലാഫത്ത് ആർക്കായിരിക്കുമെന്ന് പറയാനായിരിക്കാം, അല്ലെങ്കിൽ ഹസൻ ഹുസൈനെ ചോദിക്കാനാകുമോ, ഫാത്തിമാനെ തിരക്കിയതാകുമോ? ഏതായാലും അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ദലായിലുൻ നുബുവയിൽ ഈ സംഭവം അബ്ദുൽ ഹഖ് ദഹ്ലവി രേഖപ്പെടുത്തുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചെഞ്ചുണ്ടിനോട് ചേർത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കാത് കൂർപ്പിക്കുകയാണ്. ഉമ്മമാരെ ഓർക്കുന്നത് നല്ലതാണ്, സഹോദരന്മാരെ ഓർക്കുന്നത് നല്ലതാണ്. സ്വലാത്ത് ചെല്ലാൻ നമുക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ നമ്മുടെ ഖൽബിൽ ഹബീബില്ല എന്നതാണ്. ഖൽബിൽ ഹബീബിന്റെ മഹബ്ബത്ത് ആർദ്രമാകുമ്പോ ആ ആർദ്രമായ മഹബ്ബത്തിൽ നിന്നാണ് സ്വലാത്തുകൾ നാവിലൂടെ എപ്പോ എങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ നോട്ടത്തിൽ ഹബീബാൻ, അവന്റെ ഇരുത്തത്തിൽ ഹബീബാൻ, അവന്റെ പ്രവർത്തനത്തിൽ ഹബീബാൻ, അവന്റെ ജീവിതത്തിൽ ഹബീബാൻ. അങ്ങനെ മഹബ്ബത്തിന്റെ ലോകത്ത് കടന്നു വന്നവരാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് മദനി തങ്ങള്. ആ മഹാന്മാരൊക്കെ അങ്ങനെയാണ് മഹബ്ബത്തിന്റെ ലോകത്തേക്ക് കടന്നു പോയത്. ഇവിടെ അതാ അബ്ബാസ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാ, ഹബീബിന്റെ അവസാനത്തെ വാക്ക് കേൾക്കുകയാ. എന്തെന്നോ, യാ
റബ്ബ് യാ റബ്ബ് യാ ഉമ്മത്തി. ആ ബുധനാഴ്ച ദിവസം അവിടുത്തെ ഖബർ ഷരീഫിലേക്ക് ഇറക്കി വെച്ചപ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞത് എന്റെ ഉമ്മത്ത് എന്നാണ് ഹബീബിന്റെ അവസാന വാക്കെങ്കിൽ. ഇനി ഹബീബിനെ നമുക്ക് പരിചയപ്പെടാം. ഖബറിലേക്ക് ഇറക്കുമ്പോഴും ഉമ്മത്ത്, അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോഴും ഉമ്മത്ത്, വഫാത്തിന്റെ വേളയിലും ഉമ്മത്ത്, ആ വേദന കലശലാകുമ്പോഴും ഉമ്മത്ത്, അവസാനം നാളെ ഖബർ ഷരീഫിൽ നിന്ന് എല്ലാം തകർന്ന ലോകത്ത് നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഅ്ശറയിലേക്ക് ആനയിക്കാനായി ജിബ്രീൽ വരികയാണ്, ഇസ്രാഫീൽ വരികയാണ്, മീകായിൽ വരികയാണ്, അസ്രായിൽ വരികയാണ്. ആ ഖബർ ഷരീഫിന്റെ മുമ്പിൽ നിന്ന് വിളിക്കുകയാ, യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ സബരത്തിലേക്ക് അങ്ങ് കടന്നു വന്നാലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ അവിടുത്തെ പരിശുദ്ധമായ ഖബർ പൊട്ടി പിളരുകയാണ്. അവിടുന്ന് ഹബീബ് എഴുന്നേൽക്കുമ്പോ വല്ലാത്ത ബേജാറോടെയാണ് എഴുന്നേൽക്കുന്നത്. എന്തിന്റെ പേരിലാണ് ബേജാറ്? ഹസൻ ഹുസൈന്റെ കാര്യത്തിലല്ല പെങ്ങളെ, ഫാത്തിമയുടെ പേരിലല്ല പെങ്ങളെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അല്ല ജിബ്രീലേ, മഅ്ശറയുടെ ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിദായകമായ ഘട്ടത്തിൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കുമോ? അപ്പോഴാണ് ജിബ്രീൽ പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബേ, അങ്ങ് കടന്നു വന്നാലും സ്വർഗീയ വാതായനങ്ങൾ തങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അലങ്കാര ചമയങ്ങളോട് ഹബീബിനെ സ്വീകരിക്കാനായി തയ്യാർ നിൽക്കുകയാണ്. സ്വർഗം അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ലിവാഉൽ ഹംദ് എന്ന ആ പതാകവാഹകനായി ജിബ്രീൽ അവിടുന്ന് വന്ന് നിൽക്കുമ്പോ ഹബീബ് പറയുന്ന വാക്ക്, അല്ല ജിബ്രീലേ, എനിക്കിതൊന്നും സന്തോഷം നൽകുന്നതല്ല. എനിക്ക് സന്തോഷം നൽകണമെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ കാര്യമൊന്ന് പറയണേ ജിബ്രീലേ. അപ്പോഴാണ് ഇസ്രാഫീൽ ഇടപെട്ടുകൊണ്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, സൂറിൽ ഞാൻ രണ്ടാമത് ഊതിയിട്ടില്ല നബിയെ. അങ്ങനെ ഊരുമ്പോഴാണ് തങ്ങളുടെ അനുയായികളടക്കം പുനർസൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോഴാണ് മുഹമ്മദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് പറയാണ്, അൽഹംദുലില്ലാഹ്, റബ്ബി സല്ലിം സല്ലിം. അല്ലാഹുവേ, ഇന്ന് എന്റെ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തുന്ന ദിവസമാണ്, എന്റെ ഉമ്മത്തിനെ ഞാൻ രക്ഷപ്പെടുത്തുന്ന ദിവസമാണെന്ന് പറഞ്ഞ് ആ സമയത്തും എന്റെ നബി, നിങ്ങളുടെ ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. എന്റെ നബി റബ്ബിന്റെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അവിടുത്തെ കഠിനമായ പരിശ്രമമാണ്. ഇവിടെ അതാ മുഹമ്മദുർ റസൂലുള്ളാഹ് മിറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ഹബീബിനോട് അല്ലാഹ് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം. ചിന്തിച്ചോക്ക്, ഈ പരീക്ഷണങ്ങളൊക്കെ ഹബീബിലൂടെ കടന്നുപോയി അള്ളാഹുവിനെ കാണാൻ ഒരു അവസരം കിട്ടിയ സന്തോഷത്തിന്റെ ദിവസം. അള്ളാഹു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ, തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് അള്ളാഹുവിനോട് പറഞ്ഞ വാക്ക്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നിന്റെ സലാം എനിക്ക് മാത്രമല്ല, എന്റെ ഉമ്മത്തുകളായ നിന്റെ അടിയാറുകളായ അടിമകൾക്കും നിന്റെ സലാം ഉണ്ടാകണം അല്ലാഹ്. ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഘട്ടത്തിൽ എന്നെ മറന്നില്ല.
ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഘട്ടത്തിൽ ഹബീബിന് അല്ലാഹു നൽകിയ സമ്മാനമായ സലാം, അതിൽ ഒരു ഭാഗം എനിക്ക് കൂടി ലഭിക്കാൻ, നിങ്ങൾക്ക് കൂടി ലഭിക്കാൻ അല്ലാഹുവിനോട് പറയാൻ ലോകത്ത് ഒരാൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ആ മഹൽ വ്യക്തി പ്രഭാവമാണ് സയ്യിദുനാ മുഹമ്മദിനുൽ മുസ്തഫ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ഹബീബിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? ഇവിടെയല്ലേ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞ അന്ത ഉമ്മുൻ അമ്മബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ച് ചിന്തിച്ചു, വാപ്പയെക്കുറിച്ച് ചിന്തിച്ചു, പക്ഷെ അവിടങ്ങളിലൊന്നും കാണാത്ത ഒരു മഹബത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ, ഒരു ചേർത്ത് പിടിക്കലിന്റെ, ഒരു അണച്ചുകൂട്ടലിന്റെ വലിയ ഒരു ഭാഗം എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എല്ലാ വഖ്ത് നിസ്കാരങ്ങളിലും അല്ലാഹു തആല ഈ ഹബീബിനെ സ്നേഹിക്കാൻ ഒരു അവസരം കൂടിയായിരുന്നു നമുക്ക് നൽകിയത്. തീരെ സുബഹി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സധൈര്യം പറയാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് സാധിക്കും? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങൾ ആരും കൈയുയർത്തണമെന്ന് ഒരിക്കലും പറയില്ല. സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. ഈ സുബഹിന്റെ പ്രാധാന്യം ഇവിടെയായിരുന്നു. എന്റെ മുത്തുനബി എനിക്ക് സ്നേഹിച്ചുകൊണ്ട് ആ കൽബിലേക്ക് ചേർത്ത് പിടിച്ച് ആ മഹബ്ബത്തിൽ നിന്നൊരു സലാം എന്റെ മുത്തുനബിക്ക് പറയാനുള്ള ഒരു അവസരം ഈ സുബഹിയിലായിരുന്നു. പക്ഷെ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? സുബഹി ബാങ്ക് കേട്ടിട്ടും കടന്നുറങ്ങി. ചിലരൊക്കെ ഖളാഇന് ശേഷം മടക്കി നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുത്തുനബിയോട് നമ്മുടെ ഖൽബിൽ സ്നേഹമുണ്ടെങ്കിൽ, നമ്മൾ യാത്രയിലാണെങ്കിലും, നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിലും, കപ്പലിലാണെങ്കിലും, ഇന്നിപ്പോ എനിക്ക് സുബഹി നിസ്കരിക്കേണ്ടി വന്നത് ട്രെയിനിൽ വെച്ച, എന്നിട്ട് പിന്നീട് വന്നിട്ട് ട്രെയിൻ ഇറങ്ങിയ ഉടനെ ആദ്യം തന്നെ പള്ളി കയറിയിട്ട് ആ നിസ്കാരം കൂടെ മടക്കി നിസ്കരിച്ചിട്ടാവും. എന്നാലും ആ വക്തിന്റെ ഹുർമത്തിനെ മാനിച്ച് ഹബീബിന് രാവിലെ സലാം പറയാൻ കിട്ടുന്ന നല്ലൊരു അവസരം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഖൽബിൽ തട്ടിയിട്ടല്ലേ സലാം പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഞാൻ നിങ്ങളോട് നിങ്ങളെന്ന സംബോധന ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ്, മുഖാമുഖം, നിങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളെന്ന പദം ചേർത്ത് പിടിക്കേണ്ട പദമാണ്. ഖിതാബ്, സദസ്സിലിരിക്കുന്നവരോടുള്ള സംബോധന, അത് ചേർത്ത് പിടിക്കേണ്ട പദമാണ്. അതേസമയം അദ്ദേഹം, അവർ, അവൻ എന്നത് അകൽച്ചയുടെ വാക്കുകളാണ്. അദ്ദേഹം വന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് പോയെന്നാണ്, അകന്നു പോയെന്നാണ്. നിങ്ങൾ എന്റെ മുമ്പിലുണ്ടല്ലോ എന്ന് വെച്ചാൽ അത് ചേർത്ത് പിടിക്കണ്ടേ, കൂടി ചേർന്ന് നിൽക്കുന്നതിന്റെ പദപ്രയോഗമാണ്. ഇവിടെയാണ് എന്റെ മുത്തുനബിക്ക് ഞാൻ ഇന്ന് സുബഹിക്ക് സലാം പറഞ്ഞ ഖൽബിൽ തട്ടി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഈ ഒരു സലാം പറയുമ്പോൾ എന്റെ ഹബീബിലേക്ക് സലാം എത്തുമ്പോ എന്റെ പേരും എന്റെ വാപ്പയുടെ പേരും എന്റെ അഡ്രസ്സും അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു മലക്കിനെ അല്ലാഹു തആല നിയോഗിച്ചു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോ ഹബീബ് പറയാണ്, ഇന്ന് എന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ് സഹാബ. സാധാരണക്കില്ലാത്ത ഒരു പുഞ്ചിരി, ആ മുഖത്ത് വലിയൊരു സന്തോഷം പ്രകടമായപ്പോൾ ഹബീബ് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു സലാം പറഞ്ഞാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ആ സ്വലാത്തുകളും സലാമുകളും എന്നിലേക്ക് ഏൽപ്പിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. അവന്റെ പേരും അവന്റെ വാപ്പയുടെ പേരും അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്നിലേക്ക് എത്തിക്കും. ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കാനാണ്? ആ ഒരു അവസരം ഇന്ന് സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം ചിന്തിക്കുക, ഈ ഒരു അവസരം എനിക്ക് പാഴായില്ലേ. രാത്രി കോച്ചി പറക്കുന്ന തണുപ്പിന്റെ കാരണം പറഞ്ഞ് കുട്ടി മൂത്രമൊഴിച്ച കാരണം പറഞ്ഞ് നിസ്കാരം ഖളാക്കിയിട്ട് കിടന്നിറങ്ങുന്ന എന്റെ സഹോദരിമാരുണ്ടെങ്കിൽ ഈ ഹബീബിന് സലാം ചെല്ലാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ നാം പാഴാക്കിയത്? ഈ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ?
അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്ത് ജീവിതത്തിൽ പുലർത്തിയിരുന്ന മഹാരഥന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത മഹാരഥന്മാരെ ചരിത്രത്തിന്റെ താളുകളിൽ വായിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഒരു കൂട്ടരിൽ പെടാൻ നമുക്ക് സാധിക്കണം. എന്താണ് ആ കൂട്ടർ? ഹബീബ് പറഞ്ഞു, മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബ, എന്നോട് വല്ലാത്ത മഹബ്ബത്ത് വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകൾ, എന്നോട് വല്ലാത്ത മഹബ്ബത്ത് വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകൾ. യകൂനൂന ബഅദി, അവർ എനിക്ക് ശേഷം വരുന്നവരാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലി, അവൻ അഹ്ലിനെക്കാളും മാലിനെക്കാളും എന്നെ കാണലാണ് അവർക്ക് മുഖ്യമായത്. റസൂലുള്ളാഹിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈയുയർത്തി. റസൂലുള്ളാഹി തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈയുയർത്തി. അൽഹംദുലില്ലാഹ്. റസൂൽ പറഞ്ഞു, 3 കൂട്ടം ആളുകൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. ആ 3 കൂട്ടരിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള ആത്മവിചിന്തനം റസൂൽ പറഞ്ഞു. ലാ യറാനി വജ്ഹി സലാസ, 3 കൂട്ടം ആളുകൾക്ക് എന്റെ മുഖം കാണുക സാധ്യമല്ല. ആരാണ് ആ 3 കൂട്ടം ആളുകൾ? ഈ സദസ്സിൽ അത്തരം ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം ഓരോ ദിവസവും ഞാൻ വീട്ടിലുണ്ടാകുന്ന സമയത്ത്, എന്റെ സ്ഥാപനമായ മദീനത്തുൽ അൻവാറിൽ പോകുന്ന സമയത്ത് ഒക്കെ നിരവധി ആളുകൾ, ഉമ്മമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും സങ്കടത്തോടെ പല ആളുകളുടെയും കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കഷ്ടപ്പെട്ട് വളർത്തി ഒരു ജീവിതത്തിന്റെ ഉന്നതമായ മേഖലയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തി അവസാനം ഇന്നലെ കണ്ടവളുടെ പിന്നാലെ ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മയെ മറന്നുപോയവർ, വാപ്പയെ മറന്നുപോയവർ, ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്ത് കാർക്കിച്ചു തുപ്പി ഇന്നലെ കണ്ടവന്റെ ആ കാപട്യ സ്നേഹത്തിൽ സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും സ്നേഹം മറന്നുപോയ മക്കൾ വസിക്കുന്ന ലോകത്താണ് നാം ഉള്ളത്. ഹബീബ് പറയാണ്, എന്റെ ചെറിയ അനുജന്മാരോട് അനുജത്തിമാരോട് എഴുതി വെക്കേണ്ട വാക്കാണ്, നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണണമെന്നാണ് നിങ്ങൾ കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞത്. ഹബീബ് പറയാണ്, ലാ യറാനി വജ്ഹി ലാ യറാ വജ്ഹി സലാസ ലാ യറാ വജ്ഹി സലാസ, 3 കൂട്ടം ആളുകൾക്ക് എന്റെ മുഖം കാണുക സാധ്യമല്ല. ഒന്നാമത്തെ കൂട്ടമാരെന്നറിയോ? ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. മനസ്സിലായ? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കും. അത് മാതാവിന്റെയും പിതാവിന്റെയും ഇഷ്ടത്തിനെതിരായിട്ട് ഒരുത്തിയെ കൊണ്ടുവന്നാലും ഒരുത്തനെ കൊണ്ടുവന്നാലും അതെല്ലാം മതിപ്പില്ല. ഉമ്മ പറഞ്ഞു, മോളെ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന മക്കൾ. ഉമ്മയും വാപ്പയും വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നാവ് കൊണ്ട്, നോട്ടം കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൽ നിന്ന് മാറുക. ഉമ്മയും വാപ്പയും, ഞാൻ പലപ്പോഴും പല വേദിയിലും പറയാറുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും തുടക്കത്തിൽ എന്റെ ഉമ്മയും വാപ്പയും ഓർത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ ഉമ്മയും വാപ്പയും എന്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരത്താണ് അവരെ ഖബറടക്കിയിട്ടുള്ളത്. സാദാത്തുക്കളുടെ മഖാമിൽ ജോനകപ്പുറത്ത്. എല്ലാ ദിവസവും എന്റെ ഉമ്മയും വാപ്പയും സന്ദർശിക്കാതെ ഒരൊറ്റ ദിവസവും കടന്നു പോകാറില്ല. ഇന്നലെ ഇവിടെ വരുന്നതിന് രാവിലെ പുലർച്ചെ ഇവിടെ വരുന്നത് കൊണ്ട്, ട്രെയിനിന്റെ സമയം 4:35 ഇന്നലെ വൈകുന്നേരം എന്റെ വാപ്പയുടെ ഉമ്മ അടുത്ത് സിയാറത്ത് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദൂരം പോയാൽ നാട്ടിലില്ലാത്ത സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പ്രഭാതത്തിൽ എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ഖബർ സിയാറത്ത് ചെയ്യാത്തൊരു പ്രഭാതവും ഒരു പ്രദോഷവും കടന്നു പോകാറില്ല, കഴിവന്റെ പരമാവധി. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ വലത് കൈയിൽ 1 കോടി രൂപയും മറുകൈയിൽ വേറൊരു കോടി രൂപയും വെച്ച് തന്നിട്ട് വാപ്പയെ വേണോ ഉമ്മയെ വേണോ ഈ കോടികൾ വേണോ എന്ന് ചോദിച്ചാൽ, ഇല്ല, വാപ്പയും ഉമ്മയും ഇല്ലാത്ത ഈ കോടികൾ എനിക്ക് ശൂന്യമാണ്. കണ്ണിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മയുടെ വില നിങ്ങൾക്കറിയില്ല. കണ്ണിരിക്കുമ്പോൾ നിങ്ങളുടെ വാപ്പയുടെ വില നിങ്ങൾക്കറിയില്ല.
എത്രയോ രാത്രികൾ ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട എന്റെ പൊന്നുമ്മ, എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച എന്റെ പൊന്നുമ്മ, എനിക്ക് വേണ്ടി വേദനകൾ മറന്ന എന്റെ വാപ്പ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിച്ചാൽ, അധികം ആളുകളോടും ചോദിച്ചാൽ, ആദ്യം മരിച്ചതാര് എന്ന് ചോദിച്ചാൽ വാപ്പയാണെന്നാണ് മറുപടി. എന്തുകൊണ്ട്? ഞാനെന്ന ഈ മകന് വേണ്ടി, നിങ്ങളെന്ന ഈ മക്കൾക്ക് വേണ്ടി താങ്ങാവുന്നതിലപ്പുറം ലോഡുമെടുത്ത് ആ ഓട്ടത്തിന്റെ ഇടയിൽ ആ ലോഡ് ഓവറായപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വഴിയിൽ വീണുടഞ്ഞ ജീവിതമാണ് എന്റെ വാപ്പയുടേത്. ഒരുപാട് രാത്രികൾ എനിക്ക് വേണ്ടി ഉറക്കമെണീറ്റ് എന്നെ വളർത്തി സ്വന്തം പട്ടിണി പോലും മറന്ന പട്ടിണിയുടെ കഥയാണ് എന്റെ ഉമ്മയ്ക്ക് പറയാനുള്ളത്. ആ ഉമ്മയാണ് വളർന്നു വരുമ്പോൾ ഞാൻ നോവിച്ചത്. ആ വാപ്പയെയാണ് വളർന്നു വന്നപ്പോൾ ഞാൻ നോവിച്ചത്. ഇന്നലെ കണ്ടവൻ എന്തോ അവന്റെ കാര്യലാഭത്തിന് വേണ്ടി എന്നെ നോക്കിയിട്ട് ചിരിച്ചപ്പോൾ സ്വന്തം ഉമ്മയുടെ കടപ്പാട് മറന്ന്, സ്വന്തം വാപ്പയോടുള്ള കടപ്പാട് മറന്ന് ആ ഉമ്മയും വാപ്പയും ദുഃഖത്തിലാഴ്ത്തി ഒരു സന്തോഷത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെ, ആൺകുട്ടികളെ, സന്തോഷത്തിന്റെ വഴിയല്ല നിങ്ങൾ തിരഞ്ഞെടുത്തത്. അനന്തമായി നീണ്ടു നിൽക്കുന്ന ദുഃഖത്തിന്റെ വഴികളാണ് നിങ്ങൾ ചേർത്ത് പിടിച്ചതെന്ന് നിങ്ങൾ ഓർക്കണം. അവിടെയാണ് എന്റെ ഹബീബ് പറഞ്ഞത്, അത്തരം മക്കൾക്ക് എന്നെ കാണുക സാധ്യമല്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വാപ്പയും വേദനിച്ചിട്ട് നമ്മൾ സന്തോഷത്തിന് പോയാൽ നാളെ ഞാൻ കരയും. നിങ്ങൾ ഓരോരുത്തരും കുറിച്ചു വെച്ചോ, എന്റെ ഉമ്മയും വാപ്പയും എന്റെ നിക്കാഹിന്റെ വേളയിൽ അവർക്ക് ഇഷ്ടമല്ലാത്തതിനെ തെരഞ്ഞെടുത്ത് ഞാൻ സന്തോഷിക്കുകയും ഉമ്മയും വാപ്പയും കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ദുനിയാവിൽ വെച്ച് എനിക്കും മക്കളുണ്ടാകും. അവരും ഈ ദുഃഖത്തിന് കാരണമായി എന്റെ മക്കൾ കാരണം ഞാനും ദുഃഖിക്കേണ്ടി വരും. ഒരു ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോ ഒരു ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയും കൂടി വന്ന ഒരു മോറ്റയായിട്ട് വന്നിട്ട് സങ്കടം പറഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞു, തങ്ങളെ ഇവനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചു കൊടുക്കണം. ഇവൻ ഞങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. ഇവന് 19 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം. ആ പൊന്നു മോനെ ചേർത്ത് നിർത്തി. ഒരാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ അകറ്റുണ്ടല്ലോ, അവന്റെ അടുത്ത് കുറെ ഉപദേശമൊക്കെ കൊടുത്തു. അവസാനം അവന്റെ കണ്ണ് നിറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, തങ്ങളെ എന്റെ ഉമ്മാക്കും വാപ്പാക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാനിതാ ഇവിടം വെച്ച് ഇത് അവസാനിപ്പിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ശരി തന്നെ. പക്ഷേ ഞാൻ ഒളിച്ചോടി പോയിട്ടില്ല, നാട് വിട്ടിട്ടില്ല, കറങ്ങി നടന്നിട്ടില്ല. ഈ ഉമ്മയും വാപ്പയോടും എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്ന് തങ്ങൾ ചോദിച്ചു നോക്ക്. അവര് പ്രണയിച്ച് നാട് വിട്ട് കറങ്ങി അടിച്ച് കല്യാണത്തിന് മുമ്പ് ഉണ്ടായ കുട്ടിയാ ഞാന്. ആ പണി ഞാൻ ചെയ്തിട്ടില്ല. ഹക്ക് നിറഞ്ഞ സദസ്സിൽ നിന്ന് ആ മോൻ എന്നോട് പറഞ്ഞത്. സാധനം വാദി ആരായി? പ്രതിയായി. ആ മാതാവിനും പിതാവിനും പിന്നെ ഒന്നും എന്നോട് പറയാനുണ്ടായില്ല. കാരണം അവരു കാലത്ത് സ്വന്തം ഉമ്മയും വാപ്പയും വേദനിപ്പിച്ച് നാട് വിട്ടിറങ്ങി കുറെ കാലം കറങ്ങി, അങ്ങനെ ഗർഭിണിയായി, പിന്നെ പിടിച്ചോണ്ട് വന്നിട്ട് നിക്കാഹ് നടത്തി കൊടുത്തതാണ്. അതിലുള്ള കുട്ടിയാ ഞാനെന്ന് ആ കുട്ടി പറഞ്ഞു. ഇതുപോലെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. അങ്ങനെ അബദ്ധവശാൽ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാനൊരു വിവാഹത്തെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, വാപ്പയുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാനൊരു വിവാഹത്തെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, ഈ ഉമ്മ മരിക്കുമ്പോൾ, ഈ വാപ്പ മരിക്കുമ്പോൾ, ആ മരണത്തോടൊപ്പം ആ കഫം പുടവ പൊതിഞ്ഞ് ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ മരണത്തോടുകൂടെ കൊണ്ടുവെക്കുന്നത് എന്റെ വാപ്പയുടെ ഒരു ദുഃഖം കൂടിയാണ്, അല്ലെങ്കിൽ എന്റെ വാപ്പയുടെ ഒരു ആഗ്രഹം കൂടിയാണ് അവർ ഖബറടക്കിയിട്ടുള്ളത്. എന്റെ മകനെ ഒരു നല്ല പെൺകുട്ടിയെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല ഒരുത്തനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് വിടണമെന്ന ഒരു ആഗ്രഹം എന്റെ വാപ്പയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എന്റെ എടുത്തുചാട്ടം കാരണം ആഗ്രഹം സാധിക്കാതെ പോയപ്പോ എന്റെ വാപ്പ മരിച്ചു. അത് 10 കൊല്ലം കഴിഞ്ഞാലും വാപ്പാടെ മനസ്സിനതും മാറൂല പെങ്ങളെ.
ഉമ്മാടെ മനസ്സിൽ നിന്ന് മാറൂല പെങ്ങളെ. വാപ്പ മരിച്ചു കിടക്കുമ്പോൾ നീ കുറിച്ചിട്ടോ, അല്ലാഹുവേ ഈ മയ്യത്തോടൊപ്പം ഞാൻ ഒരു നല്ല ജീവിതം നയിക്കണമെന്ന എന്റെ വാപ്പയുടെ നടക്കാതെ പോയ ഒരു മോഹവും കൂടിയാണല്ലോ. അല്ലാഹുവേ ഈ അടക്കാൻ കൊണ്ടുപോകുന്നത് ഈ ദുഃഖം എന്ന് മാറാനാണ് പെങ്ങളെ. ഈ സങ്കടം ആ മാതാവിന്റെ മനസ്സിൽ നിന്ന് എപ്പോഴാണ് മായ്ച്ചു കളയാൻ സാധിക്കുന്നത് പെങ്ങളെ? അതുകൊണ്ട് ജാഗ്രത. ഉമ്മാനെ വാപ്പാനെ തള്ളിക്കൊണ്ട് ഒരു ബന്ധത്തിനും നിങ്ങൾ കൂട്ടു നിൽക്കല്ലേ. മുഹമ്മദ് റസൂല് പറയാണ്, അങ്ങനെയുള്ളവരെ കാണാൻ അവർക്ക് കഴിയില്ല, എന്നെ കാണാൻ അവർക്ക് കഴിയില്ലെന്ന് മുഹമ്മദുൻ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞത് വത്താരിഖു സുന്നത്തി, എന്റെ ചര്യ വലിച്ചെറിഞ്ഞവരാണ്. വളരെ വിശാലമായ ഹദീസിന്റെ ഭാഗമാണ്. എന്റെ ചര്യ വലിച്ചെറിഞ്ഞവരാണ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കാണുന്നു. അവരെല്ലാം താടി വെച്ചവരാണ്. ഹബീബായ തങ്ങളുടെ തിരുസുന്നത്താണത്. എന്നാൽ പല വേദികളിലും പോകുമ്പോ ക്ലീൻ ഷേവ് ചെയ്യുന്ന ആളുകൾ മുടിയറ വളർത്തി സെന്റർ ഭാഗം കൂന പോലെ വെച്ച് ചുറ്റുഭാഗവും എലികരണ്യ പോലെ മുടിവെട്ടുന്ന ആളുകൾ ഹബീബ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ്സാ, കുടുമ വെക്കുക. അങ്ങനെയുള്ള ബോക്സ് മോഡലും മുടികളും അപ്പാച്ചെ മോഡലൊക്കെ ഇപ്പൊ കുറഞ്ഞു വരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരം ചെറുപ്പക്കാർ ഈ സദസ്സിലില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുകയല്ല. നമ്മുടെ ചര്യകൾ നമ്മൾ മുറുകെ പിടിക്കണം. ഹബീബിന്റെ സുന്നത്താണ് തലമറക്കുക എന്നത്. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറട്ടെ, ഇറങ്ങുമ്പോൾ വലത് കാലുകൊണ്ട് കയറട്ടെ, ചെരുപ്പ് ധരിക്കട്ടെ, തല മറക്കട്ടെ. ഹബീബിന്റെ ചര്യയാണ്. വസ്ത്രം ധരിക്കുമ്പോൾ വലത് ഭാഗം കൊണ്ട്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വലത് ഭാഗം കൊണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദ പഠിപ്പിച്ചു മുഹമ്മദുർ റസൂൽ. ഉറങ്ങുമ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ശുചീകരിക്കുന്നതിൽ, മക്കളെ പരിപാലിക്കുന്നതിൽ, എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ തിരുചര്യകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ചര്യകളെ വലിച്ചെറിയല്ലേ പെങ്ങളെ. മുഖവും ശരീരവും ഉൾപ്പെടെ മറക്കണം അന്യ പുരുഷനിൽ നിന്ന്. ഇത് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശിച്ചു തന്നതാണ്. ആ ചര്യകളെ നാം അനുധാവനം ചെയ്യണം. പെങ്ങളെ, മുഖം ധരിച്ചു നടക്കുമ്പോൾ, കയ്യുറ ധരിച്ചു നടക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടാവും, നിനക്കെന്തടി ലോകം തിരിഞ്ഞില്ലേ എന്ന്. ലോകം തിരിഞ്ഞതുകൊണ്ടാണ് ഞാൻ എങ്ങനെ നടക്കുന്നത് എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയണം. എത്രയോ ആളുകളെ നിഷ്ഠൂരമായി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ആധുനികന്റെ മുമ്പിൽ ഇല്ല എന്റെ ശരീരം പ്രദർശിപ്പിക്കാനില്ല എന്ന് ആത്മധൈര്യത്തോടെ പറയുന്ന പെങ്ങളെ, മുഹമ്മദുൻ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ നിന്റെ കൽബിൽ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ചിന്ത നിന്നിൽ അങ്കുരിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടാകുമ്പോഴാണ് ഹിജാബ് ധരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടാകുമ്പോഴാണ് അന്യ പുരുഷനോടുള്ള സമ്പർക്കം വേണ്ട എന്ന് വെക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹിനോട് മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് അന്യ പുരുഷനോടും അന്യ സ്ത്രീയോടുമുള്ള ആ ചങ്ങാത്തം വേണ്ടെന്ന് വെക്കുന്നത്. എന്തേ എനിക്ക് പ്രേമിച്ചാവൂടാത്തത്? അതിനുള്ള അവസരം എന്റെ കയ്യിലുണ്ട്, എന്റെ മൊബൈൽ ഫോണുണ്ട്. പക്ഷേ ഇല്ല, അതിന് സാധ്യമല്ല. എന്റെ കൽബിൽ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഹബീബിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനും അത് മാറ്റുകയാണ് എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ ഹബീബ് പറയാണ്, അങ്ങനെ ആരെങ്കിലും ഒരാൾ എന്റെ ചര്യ അനുധാവനം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മൂന്നാമത് ഹബീബ് പറയാണ്, വമൻ ദുക്റുതു ഇൻദ, എന്റെ പേര് അവന്റെ അടുക്കൽ പറയപ്പെട്ട് ഫലം യുസല്ലി അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ച ആശിഖീങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. മഹാനായ ഖാലിദ് ബിൻ മഅദാൻ,
നമ്മൾ രാത്രി ഉറക്കിലേക്ക് പോകുമ്പോ മൊബൈൽ ഉപയോഗിച്ച് അതിലുള്ള റീൽസുകൾ കണ്ട് മറ്റ് കാഴ്ചകൾ കണ്ട് കിടന്നുറങ്ങുമ്പോ ഓർക്കണേ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കുറിച്ച് ചിന്തിച്ചു പോയ മഹാനായ താബിഈയായ അബ്ദാ ബിൻത് ഖാലിദ് ബിൻ മഅദാൻ ആ മഹദി പറയാണ് ഖാലത്ത് അവിടുത്തെ മകൾ പറയാണ് മാകാന ഖാലിദുൻ എന്റെ വാപ്പയായ ഖാലിദ് യവി ഇലാ ഫിറാശ് ആ വാപ്പ കിടന്നുറങ്ങാനായി പോകുമ്പോ ഇല്ലാ വഹുവ യദ്കുറു മിൻ ശൗഖിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് എന്റെ വാപ്പ വിരിപ്പിലേക്ക് പോകുമ്പോ അവിടുന്ന് എന്റെ വാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകൾ അവിടുന്ന് പങ്കുവെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് വഇലാ അസ്ഹാബിഹി റസൂലുള്ളാഹി തങ്ങളുടെ അസ്ഹാബിനെ കുറിച്ച് ഓർക്കുകയാണ്. മിനൽ മുഹാജിരീന വൽ അൻസാരി യുസമ്മീഹിം അൻസാറുകളും മുഹാജിറുകളുമായ ആ സഹാബികളെ പറഞ്ഞുകൊണ്ട് എന്റെ വാപ്പ ഉറക്കിന്റെ കിടക്കിലേക്ക് പോകുമ്പോ അവിടുന്ന് പറയാണ് ഹുമ്മസ്ലി വഫസ്ലി വഇലൈഹിം യഹന്നു ഖൽബി താല ശൗഖി ഇലൈഹിം വഅജ്ജൽ റബ്ബി ഖബ്ലി ഇലൈക ഹത്താ യഗ്ലിബഹുന്നഹും അല്ലാഹ് മുഹാജിറുകളെ ഓർമ്മ വരികയാണ്, അൻസാറുകളെ ഓർമ്മ വരികയാണ്, എന്റെ ഹബീബിനെ ഓർമ്മ വരികയാണ്. അല്ലാഹുവേ ഈ രാത്രി എന്നെ അങ്ങ് മരിപ്പിച്ചിരുന്നുവെങ്കിൽ എന്റെ ഹബീബിലേക്ക് എനിക്ക് ചേരാമായിരുന്നല്ലോ അല്ലാ എന്ന് മഹാനായ ഖാലിദ് പറയുമായിരുന്നു. ഒരൊറ്റ സംഭവം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹിനെ വല്ലാതെ മഹബത്ത് വെച്ച് പോയ ആശിഖീങ്ങൾ അവരെ നമുക്ക് പരിചയപ്പെടണം. അതുപോലെ മഹബത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് കരയുകയാണ്. ഭാര്യ കരയാനുള്ള കാരണം ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏർപ്പാടാണ്. അവിടുന്ന് കരയുകയാണ്. വാ ഹുസ്നാ എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞ് മഹാനായ ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കരയുമ്പോ ബിലാലിൽ മുഅദ്ദിൻ പറഞ്ഞ വാക്ക് പെണ്ണേ നീ കരയുകയാണെങ്കിൽ നിനക്ക് വേണ്ടി നീ കരഞ്ഞോ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ് അല്ലാഹ് എന്റെ സന്തോഷത്തിന്റെ നിമിഷമേ വദന്നൽകൽ അഹിബ്ബത മുഹമ്മദൻ വഹിസ്ബാ വതറബാ എന്റെ സന്തോഷത്തിന്റെ നിമിഷമേ, എന്റെ ആനന്ദത്തിന്റെ നിമിഷമേ, അൽകൽ അഹിബ്ബത മുഹമ്മദൻ വഹിസ്ബാ. അല്ലാഹുവേ 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 എന്റെ ഹബീബിനെ കണ്ടുമുട്ടാൻ പോകുന്ന ദിവസമാണല്ലോ ഇത്. അതുകൊണ്ട് പെണ്ണെ നീ കരയുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി കരഞ്ഞോ, എനിക്ക് വേണ്ടി കരയണ്ട. എന്റെ സന്തോഷത്തിന്റെ നിമിഷമാണ്, എന്റെ ആഹ്ലാദത്തിന്റെ നിമിഷമാണ്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ സഫലീകരണത്തിന്റെ നിമിഷമാണ്. മഹാനായ ബിലാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ പള്ളിയിലെ മുഅദ്ദിനായിരുന്ന ബിലാൽ, ആ ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് അദാ റസൂലുള്ളാഹി വഫാത്താവുകയാണ്. വഫാത്തായ തിങ്കളാഴ്ചത്തെ ആ സുബഹിയുടെ സമയത്ത് ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് വഫാത്തായി കിടക്കുകയാണ്. രാത്രിയിൽ അതാ അവിടുത്തെ ഖബർ ശരീഫ് അതിനു വേണ്ടി അവിടുത്തെ ഖബർ കുഴിക്കുന്ന ആ ശബ്ദം കേൾക്കുമ്പോ ബിലാലിന്റെ കണ്ടമിടറുകയാണ്. അന്നത്തെ ആ സുബഹിയുടെ സമയത്ത് ബിലാൽ ചൊവ്വാഴ്ചത്തെ ബാങ്ക് കൊടുക്കാനായി അവിടുന്ന് കയറുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്നാ കണ്ടമിടറി
ബിലാലിന് ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല, പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ബിലാല് ബാങ്ക് കൊടുത്ത് അവസാനിപ്പിക്കാൻ കഴിയാതെ അവിടുന്ന് പാതി വഴിക്ക് വെച്ച് അവിടുത്തെ ബാങ്ക് മുറിഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. വഫായിലുണ്ട്. അതുപോലെ മഹാന്മാര് പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതോ ആകട്ടെ, ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായതിനു പിന്നാലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആ പ്രഥമ സ്ഥാനം ഏറ്റെടുത്തപ്പോ ബിലാലിൽ മുഅദ്ദിൻ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞ വാക്ക്, അല്ല അബൂബക്കറേ, എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. കാരണം അടിമത്തത്തിന്റെ ആ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഉന്നതമായ മേഖലയിലേക്ക് എന്നെ കൈ പിടിച്ചുയർത്തിയവരെ അബൂബക്കറേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെങ്കിലും ദയവ് ചെയ്ത് ഒരു സങ്കട ഹർജി അല്ലാഹുവിന്റെ റസൂലിന്റെ അഭാവത്തിൽ ഈ മദീന ഹബീബില്ലാത്ത മെമ്പർ കാണുമ്പോ, ഹബീബില്ലാത്ത മെഹ്റാബ് കാണുമ്പോ എനിക്ക് എങ്ങനെ ആ ഹബീബിന്റെ നാമം ഉച്ചരിച്ച് ഈ മദീനയിൽ നിൽക്കാനാണ്? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഖിലാഫത്തിന്റെ ആ ഘട്ടത്തിൽ ബാങ്ക് കൊടുക്കാനുള്ള ജോലി എന്നിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണേ അബൂബക്കറേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാലിനെ നിർബന്ധിക്കാൻ പോയില്ല. അവസാനം ബിലാൽ മഹബ്ബത്തിന്റെ തീരമണഞ്ഞ ആശിഖുർ റസൂലായ ആ ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനയുടെ ഓർമ്മകൾ ഓരങ്ങളായി ഹബീബിന്റെ മെഹ്റാബ് കാണുകയാണ്, മെമ്പർ കാണുകയാണ്, ഹബീബിൽ നിന്ന് നൃത്തം കാണുകയാണ്, അവിടെ നിന്ന് നടന്നു വരുന്ന രംഗം കാണുകയാണ്, അവിടുത്തെ ഓർമ്മകൾ മനസ്സിലൂടെ അലയടിക്കുകയാണ്. ഇല്ല, ഈ മദീനയിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവസാനം അവിടുന്ന് പോവുകയാണ്. ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോവുകയാണ്. അവിടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഓർമ്മകളുമായി ബിലാലിൽ മുഅദ്ദിൻ കഴിഞ്ഞുകൂടുമ്പോ അവിടെ അതാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു രാത്രി വരികയാ. മഹാദിൽ ജഫ്വതു യാ ബിലാൽ അമാനലകാൻ സൂറനി. ഓ ബിലാലെ, ഇതെന്തൊരകൽച്ചയാ, കാലങ്ങളായല്ലോ മദീന വിട്ടുപോയിട്ട്. അതുകൊണ്ട് അമാനലകാൻ സൂറനി, ഒന്ന് വന്ന് സന്ദർശിച്ചൂടെ ബിലാൽ? രാത്രിയുടെ യാമങ്ങളിൽ ബിലാലിൽ മുഅദ്ദിൻ ചാടി എഴുന്നേറ്റ് അവിടുന്ന് വാഹനം ശരിയാക്കിയില്ല. മദീനത്ത് റസൂലില്ലാഹ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് ബിലാലിൽ മുഅദ്ദിൻ കടന്നു വരുമ്പോ അവിടെ അതാ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഓർമ്മകൾ അതാ ജ്വലിച്ചു നിൽക്കുന്ന മദീന. അവിടെയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ രണ്ടാം സ്ഥാനനായി അധികാരമേറ്റ സമയമാണ്. ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്കുമോ? ബിലാൽ, ഇല്ല ഉമറേ, റസൂലുള്ളാഹിന്റെ ഈ പള്ളിയിൽ അവിടുത്തെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന ഈ ദിവസത്തിൽ എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. ബിലാൽ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു മാറുമ്പോ ഹസൻ വരികയാണ്, ഹുസൈൻ വരികയാണ്. അല്ല ബിലാലെ, പ്രപിതാവിന്റെ ഓർമ്മകളുടെ ഓരങ്ങൾ ഒരു നിമിഷം ഞങ്ങളുടെ ഖൽബിലൂടെ അയവിറക്കാനുള്ള ഒരു അവസരം എന്ന നിലക്ക് ബാങ്ക് കൊടുക്കുമോ ബിലാൽ?
ആ സമയത്ത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആ ഹസൻ ഹുസൈൻ എന്ന പ്രിയപ്പെട്ട ഫാത്തിമയുടെ മുത്തുനബിയുടെ ആ പൊന്നുമക്കളുടെ ആ അർത്ഥനെ എങ്ങനെ നിരാകരിക്കാനാണ്? ബിലാൽ ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ചരിത്രം കാണാം. വർത്തജ്ജത്തുൽ മദീന, മദീന പ്രകമ്പനം കൊള്ളുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഓർമ്മകൾ അതാ കടന്നു വരികയാണ്. വിദ്യാഗത്തളങ്ങളിൽ നിന്ന് സഹോദരിമാർ ഇറങ്ങി വരികയാണ്, ആളുകൾ ഇറങ്ങി വരികയാണ്. ബിലാലിന്റെ ബാങ്കല്ലയോ ആ കേൾക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ആ നിമിഷം മറന്ന് ആളുകളതാ മദീന പള്ളിയിലേക്ക് ബിലാലിന്റെ ഓർമ്മകളുടെ ആ ഓരങ്ങൾ അലയടിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീന പ്രകമ്പനം കൊള്ളുകയാണ്. അവിടുന്ന് അതാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീണ്ടും ബിലാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഴക്കുകയാണ്. മദീനയിൽ അരവങ്ങളാവുകയാണ്, ആളുകൾ ഓടിക്കൂടുകയാണ്. ഹബീബ് മദീനയിൽ വന്നിരിക്കുന്നു. അവസാനം എല്ലാവരെയും കരയിപ്പിക്കുന്ന വാക്ക് ബിലാൽ ഉരുവിടുകയാ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഭാഗമെത്തുമ്പോ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയാതെ ബിലാലുൽ മുഅദ്ദിൻ ബോധരഹിതരായി വീഴുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വാപ്പ മരിച്ചാൽ ഒരു പക്ഷേ അന്നത്തെ ദിവസമായിരിക്കാം ആ ദുഃഖം, അല്ലെങ്കിൽ 2 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ 3 ദിവസമായിരിക്കാം, കൂടിപ്പോയാൽ ഒരു മാസമായിരിക്കാം, അങ്ങേറ്റം പോയാൽ ഒരു കൊല്ലമായിരിക്കാം. പിന്നെ എന്റെ വാപ്പയുടെ പേര് പറയുമ്പോൾ എന്റെ കണ്ണുനീര് വീഴുന്നില്ല. ഇവിടെ ആ മഹബ്ബത്തിന്റെ ലോകത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹിനെ വാരിപ്പടർന്ന ആശിഖീങ്ങള് ഹബീബിന്റെ പേര് പറയാൻ കഴിയാതെ ബോധരഹിതരായി വീണുപോയത് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ അവിടുത്തെ ഖൽബ് പടച്ചത് മദീന പള്ളിയിൽ ഞാൻ എങ്ങനെ ദർസ് നടത്താനാണ് എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന് അതാ സൽസുൽ ബൗൽ മൂത്രവാർച്ച വന്നപ്പോ ഹബീബിന്റെ മദീനയിൽ എങ്ങനെ ഞാൻ ഒരു ചെറിയ അശുദ്ധിക്കാരനായി ദർസ് നടത്തുമെന്ന് ചിന്തിച്ച് വീട്ടിലേക്ക് മാറ്റുമ്പോ അല്ലാ അല്ലാ അല്ലാ, ഈ ഹബീബിനെ മഹബ്ബത്ത് വെച്ച ആശിഖീങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? തേള് വന്ന് കുത്തുമ്പോഴും ആ ഹദീസിന്റെ ആ ക്ലാസ് കഴിയുന്നത് വരെ, ആ വിഷമേക്കുമ്പോഴും കണ്ണീര് വീഴുമ്പോഴും വേദന കൊണ്ട് പുളയുമ്പോഴും മാലിക്കേ കുത്തിയത് ഏറ്റവും വിഷമുള്ളതാണെന്ന് പറയുമ്പോ എങ്ങനെ ഞാൻ മാറി നിൽക്കാനാണ്? എന്റെ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആ വർത്തമാനമല്ലയോ ഈ ഹദീസ്? മുഹമ്മദ് റസൂലുള്ളാഹി നടന്നു പോയി മദീനയിലെ മണൽ പരപ്പിലൂടെ എങ്ങനെ ഞാൻ വാഹനത്തിൽ സഞ്ചരിക്കാനാണ്, ചെരുപ്പ് ധരിക്കാനാണ്? അർത്ഥനഗ്നന എന്ന് പറഞ്ഞാൽ പാദനഗ്നനായി ആ പാദത്തിൽ ചെരുപ്പില്ലാതെ നടന്നു പോയ മാലിക്. കുതിരകൾ ഉണ്ട് വേണ്ടുവോളം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇല്ല റസൂൽ, ഇല്ല റസൂൽ, ഇല്ല റസൂൽ. ഈ റസൂലിന്റെ മദീനയിൽ എനിക്ക് വാഹനത്തിലൂടെ നടക്കാൻ കഴിയില്ലെന്ന് പറയാൻ മാത്രം പോലെ ഇഷ്കിന്റെ തീരമണഞ്ഞവരെ ആശിഖീങ്ങളെ മഹബ്ബത്തിന്റെ ലോകത്തേക്ക് ചേർത്ത് പിടിക്കാൻ ഉമ്മമാരെ നമുക്ക് കഴിയണം, വാപ്പമാരെ നമുക്ക് കഴിയണം. ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ നിങ്ങൾ മരിച്ചാൽ, നാളെ ഞാൻ മരിച്ചാൽ എപ്പോഴാ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. മരിക്കുമ്പോൾ ആശിഖീങ്ങൾ മരിച്ച പോലെ മരിക്കാൻ കഴിയണം. മഹാനായ സയ്യിദ് അലവി മാലികി മക്ക, അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരനായ അബ്ബാസ് അലവി മാലിക് മക്ക, അവിടുത്തെ വേർപാടിന്റെ നിമിഷങ്ങൾ എങ്ങനെയാണ്? കേരളത്തിലെ ജനങ്ങൾക്ക്, കർണാടകയിലെ ജനങ്ങൾക്ക് ബുർദയുടെ ഇശലുകൾ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചിരുന്ന വാരനം പാടിയായ ആശിഖുർ റസൂൽ അബ്ബാസ് അലവി മാലിക് മക്ക. ബുർദയുടെ ഓരോ ഇശലുകളും ചെല്ലുമ്പോൾ അവിടുത്തെ മുഖഭാ
ഭാഗം നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? താജുൽ ഉലമ ഉള്ള ആൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയാത്തങ്ങൾ അല്ലാഹുവേ ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ കടന്നുപോയ ഇഷ്കിന്റെ തീരമണഞ്ഞ ഉള്ളാളത്തെ തങ്ങള് അവിടുന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് നബിയിൽ ഉമ്മയിൽ ഹബീബിൽ ആലിൽ ഖദ്റിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്തിന് ഇജാസത്ത് നൽകുമ്പോ കശ്മീരിന്റെ ആളുകൾ പറഞ്ഞ രംഗം മഹാനവറുകൾ പറഞ്ഞത് ഓർക്കുകയാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ കൊണ്ട് ഇറക്കി വെച്ച പോലെ എന്ന്. അതുപോലെ മഹാന്മാരായ ആശിഖീങ്ങൾ മരിച്ചത് അബ്ബാസ് അലവി മാലിക് മക്ക ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ അറബി പത്രങ്ങളടക്കം എഴുതിയതാണ്, മോനെ അന മയ്യിതുന്നലാൻ വദാഹിബുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ ഞാൻ മരിക്കാൻ പോകുകയാണ്, വാനാ മയ്യിതുന്നലാൻ ഇപ്പോ ഞാൻ മരിക്കോടാ, വദാഹിബുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഞാൻ എൻ്റെ റസൂലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അബ്ബാസ് അലവി മാലിക് മക്ക മരണപ്പെട്ട പോലെ കൊണ്ടൂരിലെ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന സ്വാത്വികനായ പണ്ഡിതൻ മരണപ്പെട്ടു പോയതുപോലെ മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു അവിടത്തേക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകുമാറാകട്ടെ. സ്വലാത്തിന് എപ്പോഴും വളരെ പ്രാമുഖ്യം കൊടുക്കുന്ന മഹാൻ ചെല്ലുമ്പോഴൊക്കെ തങ്ങളെ ഈ സ്വലാത്ത് ചെല്ലുകയെന്ന് വന്നിരായ ശൈഖുന പറഞ്ഞത് ഇപ്പോഴും ഓർക്കുകയാണ്. അവിടുന്ന് നൽകിയ സ്വലാത്താണ് എനിക്ക് ദലായിൽ ഖൈറാത്ത് സ്വലാത്ത്. അവിടുത്തെ നൽകിയ സ്വലാത്തുകൾ നിരവധിയുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ വന്നിരായ താജുൽ ഉലമയുടെ ആ തണലായി നിന്ന മഹാനായ സുൽത്താനുൽ ഉലമ അവിടുത്തെ ദർജനിയെ ചേറ്റി കൊടുക്കണം റഹ്മാനെ. അവിടത്തേക്ക് ആയുസ് നൽകണേ അല്ലാഹുവേ, ആരോഗ്യം നൽകണേ അല്ലാഹുവേ. മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഇന്നിന്റെ കാലത്ത് ഒരു പണ്ഡിതന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സുൽത്താനുൽ ഉലമയ്ക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന് കാലം അതാ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാതി ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള വിശാലമായ ഒരു മനസ്സ്, ദുഃഖിച്ചു തന്നെ മുന്നിൽ വരുന്നവരുടെ ദുഃഖത്തിൽ ജാതി നോക്കാതെ മനുഷ്യനെ മാത്രം നോക്കുന്ന വിശാലമായ മനസ്സിന്റെ ഉടമയുടെ പേരാണ് താജുൽ ഉലമ. അല്ലാഹുവേ അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹുവേ. 16-ാം തീയതി തിരുവനന്തപുരത്ത് അവിടുത്തെ കേരള യാത്ര സമാപിക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങളുടെ ശൈഖുനാക്ക് വീണ്ടും വീണ്ടും ഇസ്സത്തോടെ ഇനിയും നീണാൽ ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സയ്യിദ് മുഹമ്മദ് മദനി തങ്ങൾ അവിടുന്ന് തുടങ്ങിയ ആ വലിയ ഒരു പടയോട്ടം കേരളത്തിന്റെ അങ്ങേ തലയിൽ അവസാനിക്കുമ്പോൾ ഇസ്സത്തോടെ ഹിമ്മത്തോടെ ഇനിയും ഞങ്ങളുടെ ശൈഖുനാക്ക് ദീർഘകാലം നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹുവേ. ഒരു പണ്ഡിതൻ എന്ന നിലക്ക് എങ്ങനെ വിവരിച്ചാലും വിവരിച്ച് തീർക്കാൻ കഴിയാത്ത വിവരണാതീതമാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ. ഒരു ആലിം എന്നതിന് പുറമെ ഒരു സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ, സേവന പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, എല്ലാ മേഖലകളെയും എടുത്തു നോക്കിയാൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വലിയ നേതൃത്വത്തിന്റെ ഉടമയാണ്. അല്ലാഹുവേ അവിടത്തേക്ക് നീ ആയുസ് നൽകണേ അല്ലാഹുവേ, ആരോഗ്യം നൽകണേ അല്ലാഹുവേ. അവിടുന്ന് മഹബ്ബത്തിന്റെ ലോകത്ത് നമ്മെ കൈപിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. മർകസിൽ പഠിക്കുന്ന സമയത്ത് പോലും ഇന്നും മർകസിലെ ബുഖാരി ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഹബീബിന്റെ മദ്ഹ് പറഞ്ഞു ദുആ ചെയ്യാത്ത ഒരൊറ്റ ക്ലാസും അവിടുന്ന് കടന്നു പോകുന്നില്ല എന്നതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളെ തന്നെ മുമ്പിലിരുത്തി മുത്തുനബിയുടെ ആ വിശുദ്ധമായ ഹദീസ് പാരായണം ചെയ്യിപ്പിച്ച് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ഓൺലൈനിലായി അല്പം ഒരു ചെറിയ ആശ്വാസം വന്നപ്പോ ആ ദർസിന് പ്രാമുഖ്യം കൊടുത്ത്, ഹദീസിന് പ്രാമുഖ്യം കൊടുത്ത് ആ ഹദീസിന്റെ ക്ലാസ് അവസാനിക്കുമ്പോ റസൂലുള്ളാഹിയുടെ മദ്ഹുകൾ ചെല്ലുമ്പോ ആ ചെല്ലുന്ന മദ്ഹുകളോടൊപ്പം താളാത്മതയിൽ ലയിച്ചു പോകുന്ന ശൈഖുനയുടെ മുഖഭാഗം അല്ലാഹു അവിടത്തേക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഖൽബിൽ എപ്പോഴും എല്ലാ നിലയിലും അല്ലാഹുവിനെ ഭയക്കുന്ന ഒരു നല്ല ഖൽബ് വേണം. നമ്മുടെ ഖൽബിൽ ഒരു ആലിമിനോടും ഒരു സയ്യിദിനോടും ഒരു സാധാരണക്കാരനോടും
വെറുപ്പുണ്ടാകരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പ്രവർത്തകനെയും നമ്മൾ വെറുക്കരുത്. ഗ്രൂപ്പ് നോക്കിയിട്ട് ഒരു ആലിമിനെയും കുറ്റം പറയാൻ നമ്മുടെ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അഹ്ലുസ് സുന്നയുടെ ആദർശ നിഷ്ഠയിൽ നാം ഒത്തൊരുമിക്കണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.